الحمد لله رب العالمين. الحمد لله العلي الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى له ملك السماوات والأرض وما بينهما وما تحت الثرى وعلى العرش استوى وعلى الملك احتوى وقد وسع كل شيء رحمة وعلما. وأشهد أن لا إله إلا الله وحده لا شريك له عالم السر والنجوى. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله دعا إلى كلمة التقوى. اللهم صل على محمد وعلى آله وأصحابه أئمة العلم والهدى وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله. ذلك هو الفضل الكبير. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. لا يمسنا فيها لغب. الحمد لله الذي أحلنا دار المقامة من فضله لا يمسنا فيها لغب ولا يمسنا فيها نصب ولا يمسنا فيها لغب. صدق الله مولانا العظيم. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم. बिगड़ी हुई बनती है हर
بگڑی ہوئی بنتی ہے ہر رات مدینے میں غم خوار محمد کی غم خوار محمد کی ہر بات مدینے میں جا کر تو کوئی دیکھو حالات مدینے میں جا کر تو کوئی دیکھو حالات مدینے میں رحمت کی برستی ہے رحمت کی برستی ہے برسات مدینے میں بگڑی ہوئی بنتی ہے ہر رات مدینے میں غم خوار محمد کی غم خوار محمد کی ہر رات مدینے میں روکو نہ مجھے دیوانہ ہوں دیوانہ روکو نہ مجھے لوگوں دیوانہ ہوں دیوانہ خوابوں میں نہیں رہتی خوابوں میں نہیں رہتی جذبات مدینے میں بگڑی ہوئی بنتی ہے ہر رات مدینے میں غم خوار محمد کی غم خوار محمد کی ہر رات مدینے میں وہ دن بھی تو آئے گا وہ رات بھی آئے گی وہ دن بھی تو آئے گا وہ رات بھی آئے گی دن گزرے گا مکہ میں دن گزرے گا مکہ میں اور رات مدینے میں بگڑی ہوئی بنتی ہے ہر رات مدینے میں غم خوار محمد کی غم خوار محمد کی ہر بات مدینے میں സമാദരണീയരായ ബഹുമാനപ്പെട്ട ഹാജ് ചെറുക്കള അബ്ദുള്ള സാഹിബ് അവர்களെ ഈ ജമാഅത്തിന്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട കരീമിച്ച ബഹുമാനപ്പെട്ട പള്ളിയുടെ ജമാഅത്ത് ഉസ്താദ് അവர்கள் ഹാഫിദ് ഉസ്താദ് മജ്ലിസുൽ ഖുർആനിന്റെ എല്ലാമായ സിയാദുമാരും മറ്റും വിശിഷ്ടാതിഥികളെ സ്റ്റേജിനകത്തും പുറത്തും സദസ്യരും എന്നെ ശ്രമിക്കുന്ന നല്ലവരായ വിശ്വാസികളെ വിശ്വാസിനികളെ കുഞ്ഞനുജന്മാരെ അനുജത്തിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര സമുദായ അംഗങ്ങൾക്ക് ധന്യവാദം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാവങ്ങളെയെല്ലാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയതിന്റെ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കരിമചൊല്ലി സ്വർഗം ചിരിച്ചു മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ സാരഥികളായി ജീവിക്കുവാൻ ആ വഴികളെ അനുഗമനം ചെയ്യുവാനും അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മണ്ണുകളെ മണിയറകളാക്കി ഉയർത്തുമാറാകട്ടെ. പരിപൂർണമായി മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
ഈ സദസ്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്യുന്നവർ, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ, ആശുപത്രിയിൽ കഴിയുന്നവർ, അല്ലാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട് നിന്റെ കാരുണ്യം കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ആയത്തുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ പുണ്യമായ സദസ്സിൽ എത്രയെത്ര ഹാഫിളീങ്ങൾ, എത്രയെത്ര ഹാഫിളാത്തുകൾ അല്ലാഹുവേ നിന്റെ ഔദാര്യം പരീക്ഷിച്ചിരിക്കുന്ന ഈ പുണ്യമായ സദസ്സിൽ അവരുടെ ബർക്കത്ത് കൊണ്ടല്ല, ആരെല്ലാം ദുആ കൊണ്ട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അല്ലാഹുവേ അവരുടെ രോഗങ്ങൾക്ക് പരിപൂർണമായി ശിഫാ നൽകി പടച്ചവനെ, ആരോഗ്യം നൽകി പടച്ചവനെ, ദീർഘായുസ്സ് നൽകി പടച്ചവനെ, മാരകമായ ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്നവർ അല്ലാഹുവേ ആ രോഗങ്ങളിൽ അവരെ വിമോചിപ്പിക്കുക റഹ്മാനെ. അതേപോലുള്ള രോഗങ്ങൾ നൽകി ഞങ്ങളെ ആരെയും പരീക്ഷിക്കണ്ടേ പടച്ചവനെ. പെട്ടെന്നുള്ള മരണം, അപകട മരണം, തൗബയില്ലാത്ത മരണം, കലിമയില്ലാത്ത മരണം, ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ നീ അവരെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. ഈ ഒരു പരിപാടി പരിപൂർണമായി നീ സ്വീകരിക്കണമേ തമ്പുരാനെ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മാനവകുലത്തിന്റെ നിയമ പുസ്തകം. ഇന്നലെ നമ്മൾ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ചെറിയ തോതിൽ അതിന്റെ ഗൗരവം എന്താണ് ഖുർആൻ എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഖുർആനിന്റെ ഉള്ളടക്കങ്ങൾ, ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ, നിയമങ്ങൾ, നീതി, ധർമ്മം, ഇസ്ലാമിക കാഴ്ചപ്പാട്, ഇതൊക്കെ എന്താണ്? വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ തോതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലതുപോലെ കേട്ട് മനസ്സിലാക്കാൻ എനിക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നലെ ഈ വിനീതൻ ഒരു ഹദീസ് ഓതി വെച്ചു. ബഹുമാനപ്പെട്ട ഹാരിസ് അൽ-അഅ്വർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മററത്തു ഫിൽ മസ്ജിദ്, പള്ളിയുടെ ഓരത്ത് കൂടി ഞാൻ നടന്നു പോകുമ്പോൾ, വന്നാസു യഖൂലൂന ഫിൽ ഹദീസ്, ജനങ്ങളെല്ലാം അനാവശ്യ സംസാരങ്ങളിൽ വ്യാപൃതരായി കൊണ്ടിരിക്കുകയാ. فدخلت على علي رضي الله عنه من അരികിലേക്ക് ചെന്നുപോയി. فقلت, ചോദിച്ചു, يا أمير المؤمنين ألا ترى أن الناس قد خاضوا في الأحاديث, ജനങ്ങളെല്ലാം ആവശ്യമില്ലാത്ത സംസാരവുമായി ബന്ധപ്പെടുന്നത് കാണുന്നില്ലയോ മഹാനവർകളെ, അമീറുൽ മുഅ്മിനീനെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവ ഖദ് ഫഅലുഹാ, അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെ അവർ പ്രവർത്തിക്കുന്നുണ്ടോ? നഅം, ഞാൻ പറഞ്ഞു അതെ, അങ്ങനെ അവർ ദുനിയാവുമായി ബന്ധപ്പെട്ട് ദുനിയാവിന്റെ സംസാരത്തിൽ കഴിഞ്ഞുകൂടുകയാണെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു, ഇന്നഹാ സതകൂനു ഫിത്ന, അതൊരു ഫിത്നയാണ്, അതൊരു ഇടങ്ങേറാണ്, അതൊരു പ്രശ്നമാണ്, അത് നാശത്തിന്റെ അടയാളമാണ്. ഞാൻ ചോദിച്ചു, ഫമൽ മഖ്റജു മിൻഹാ യാ റസൂലല്ലാഹ്, നബിയെ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം എന്താണ്, രക്ഷാമാർഗം എന്താണെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം, കിതാബുല്ലാഹ് അല്ലാഹുവിന്റെ കലാമാണ്. അല്ലാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിക്കുകയാണ്, ഫീഹി നബഉ മാ ഖബലകും, മുൻഗാമികളുടെ ചരിത്രങ്ങൾ, അവരുടെ ജീവിത വ്യവസ്ഥകൾ, അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, അവരെ ഏത് കാലത്തിൽ ഏതവസ്ഥയിൽ അല്ലാഹു അവരെ കൈകാര്യം ചെയ്തു എന്നതിനെ കുറിച്ച് സവിഷ്ടമായി പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമത്രേ ഖുർആൻ. فيه نبأ ما قبلكم وخبر ما بعدكم, ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യ, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പഠിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഭാഗത്തെ മിനുക്കിയെടുക്കാൻ തയ്യാറായില്ല എങ്കിൽ അവരെ പോലെ തന്നെ നിങ്ങളെയും നാം അധർമ്മത്തിന്റെ കുഴിയിലേക്ക് നാം വലിച്ചിടുകയും കത്തിയെരിയുന്ന നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുമത്രേ. നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ അവസ്ഥയെ കുറിച്ച്
അവർ നല്ല അവസ്ഥയിൽ നടന്നാൽ അവർക്കുള്ള സന്തോഷ വാർത്തയെ കുറിച്ച്, അവർ അധർമ്മകാരികളായാൽ അവർക്കുള്ള മുന്നറിയിപ്പിനെ കുറിച്ച് ഖുർആനിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അലിയേ വഹുകുമു മാ ബൈനകും, നിങ്ങൾക്കിടയിലുള്ള നീതിയും ധർമ്മവും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഗ്രന്ഥമത്രേ ഖുർആൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്താതെ പറയുകയാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വങ്ങളും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും. എന്താണ് ഖുർആൻ എന്ന് ലോകത്തോട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, മൻ ഖസമ മൻ തറതഹു മിൻ ജബ്ബാരി ആരാൽ ഈ പരിശുദ്ധ ഖുർആനിനെ അഹങ്കാര വാഞ്ചയോടുകൂടി പുറന്തള്ളുന്നുവോ, അതിനെ വലിച്ചെറിയുന്നുവോ, നാളെ അല്ലാഹു അവനെ കൈകാര്യം ചെയ്യുമത്രേ. കാരണം എന്താണ്? വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, അത് പൊട്ടിപ്പോകാത്ത പാശമത്രേ, പൊട്ടിപ്പോകാത്ത പാശമത്രേ. ആരാൽ അതിനെ മുറുകെ പിടിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ട വഴികളിലാണ്. വഹുവ ദിക്റുൽ ഹകീം വഹുവ സിറാത്തുൽ മുസ്തഖീം. നേരായ വഴികളെ, സത്സരണിയെ, സൽപന്ഥാവിനെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും അനുകരിക്കാവുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതിജ്ഞാനം അതിനകത്തുണ്ട്. അള്ളാഹുവിന്റെ ഇൽമുകളും അവന്റെ സന്ദേശങ്ങളും അവന്റെ വിധിവിലക്കുകളും അതിനകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അലിയേ ആ വഴികളെ പിൻപറ്റിയാൽ നേരെ സ്വർഗത്തിലേക്കാണ് ആ ഖുർആൻ കൊണ്ടെത്തിക്കുക. വഹുവ സിറാത്തുൽ മുസ്തഖീം ലാ തസിറു മിനൽ അർവാ. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് ഖുർആനിനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. പരിശുദ്ധ ഖുർആനിന്റെ വഴികളെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട്, ഖുർആനിന്റെ ശക്തി കൊണ്ട്, ഖുർആനിന്റെ അമൂല്യ ഗ്രന്ഥത്തിന്റെ ആ മഹത്വം കൊണ്ട് ഒരു പിശാചിനും കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. ദുനിയാവിലെ എത്രത്തോളമുള്ള സംസ്കാരങ്ങളെ പിൻപറ്റുന്ന വ്യക്തിയാണെങ്കിലും പരിശുദ്ധ ഖുർആനിനെ അംഗീകരിക്കാനും ആ വഴികളെ സ്വീകരിക്കാനും തയ്യാറുണ്ടോ, ആ വ്യക്തികളെ തീർച്ചയായും ദുനിയാവ് കീഴ്പ്പെടുത്തുകയില്ല. പരിശുദ്ധ ഖുർആനിന് അവിടെ വിജയം അല്ലാഹു നൽകുകയാണ്. വമൻ ഇബ്തഗാ ഫീ ഗൈരിഹി ആരാണ് ഹിദായത്തിന്റെ മാർഗം ഈ ഖുർആനിന്റെ വഴികളല്ലാതെ മറ്റൊരു വഴികളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവനെ പിഴപ്പിച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ലാ തശ്ബഉ ബില്ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. എത്രത്തോളം ഈ ഖുർആനിനെ ഉലമാക്കൾ കേട്ടാലും മുഅ്മിനീങ്ങൾ കേട്ടാലും അവർക്ക് വയറ് നിറയുകയില്ല. വിശ്വാസികളാണോ, ഖുർആനിന്റെ വക്താക്കളാണോ, പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റി നടക്കാൻ കൊതിക്കുന്നവരാണോ, ഈ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളും അതിന്റെ ആയത്തുകളും കേട്ട് കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയുകയില്ല. വയറ് നിറയുകയില്ല. ലാ യശ്ബഉ മിൻഹുൽ ഉലമാ. المؤمنون الذين إذا ذكر الله عليه وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സിലിരുന്നാൽ ഖുർആനിന്റെ ആയത്തുകളും വചനങ്ങളും അവർ കേട്ടുകഴിഞ്ഞാൽ അവരുടെ ഹൃദയത്തിലേക്ക് അതിന്റെ ഓരോ മുത്തുമണികൾ ആഴ്ന്നിറങ്ങുമ്പോൾ അവരുടെ ഹൃദയം പിടയ്ക്കുകയാണ്, ഹൃദയം തുടിക്കുകയാണ്. അവരുടെ ഹൃദയം ഭയവിഹ്വലമാവുകയാ, ഭയം കൊണ്ട് നിറയുകയാ. വൈദാ ഈമാൻ കുറഞ്ഞുപോയ മനുഷ്യ മക്കൾ ആരെങ്കിലും ഏതെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ ഖുർആനിന്റെ
സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് അവർ കടന്നു വന്നാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും ഈമാൻ അധികരിക്കുകയും ചെയ്യുമെന്നതിൽ രണ്ടഭിപ്രായമില്ല. ഈമാൻ കുറഞ്ഞു പോകുമെന്ന പേടിയാൽ സ്വഹാബത്ത് നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് മടങ്ങി പോകുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്ന് ഖുർആൻ കേൾക്കുമ്പോ, ഹബീബായ തങ്ങളുടെ ആയത്തുകളും വചനങ്ങളും കേൾക്കുമ്പോ അവരുടെ ഹൃദയത്തിൽ ആർദ്രതകൾ കൊണ്ട് നിറയുമെങ്കിൽ അവർ തന്റെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുമ്പോ വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ അവർ വീടുമായി ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഈ ഓതപ്പെട്ട ആയത്തുകളെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചും അവർ മറന്നു പോവുകയാ. അതാ ആ പരാതിയുമായി വീണ്ടും സഹാബത്ത് നബി തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ് നകൂന മിൻ ഇൻദിക തുദക്കിറുൽ ജന്നത വന്നാർ. ഹബീബായ തങ്ങളെ അവിടുത്തെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അന്ന് സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും ഖുർആനിന്റെ ഭാഷയിൽ ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തരുമ്പോ കാന്നാ റഅയു ഐനി യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ സ്വർഗത്തിന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രതീതിയാണ്, സ്വർഗത്തിന്റെ വക്കിലിരിക്കുന്ന പ്രതീതിയാണ്. യാ റസൂലല്ലാഹ് നഹ്നു ഖറജ്നാ മിൻ ഇൻദിക, അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയോ ഫഅഫസ്നൽ മതാ വൽ ഔലാദ വല്ലയ്യാ ഫനസീനാ കസീറാ. നബിയെ അവിടുത്തെ സദസ്സിൽ നിന്ന് ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരികയും ഭാര്യ സന്താനങ്ങളുമായി ബന്ധപ്പെടുമ്പോ ഹബീബായ തങ്ങളെ അവിടുത്തെ ഓരോ വചനങ്ങളും ഞങ്ങൾ മറന്നു പോകുന്നു ഹബീബേ, മറന്നു പോകുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആരൊരാളാ സദസ്സിലിരുന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന ഓതപ്പെടുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ കേൾക്കുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുവോ അവർക്കായിരിക്കും നാളെ ആഖിറത്തിൽ ഉന്നതമായ പദവിയെന്ന് സഹാബാക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ പക്ഷേ നബി തങ്ങൾ പറഞ്ഞു അത് സാധ്യമാവുകയില്ല, സാധ്യമാവുകയില്ല. ചർച്ച ചെയ്യുമ്പോ വല്ലാത്ത ആവേശം, ഖുർആൻ കേൾക്കുമ്പോ വല്ലാത്ത മോഹം, വീട്ടിലേക്ക് പോകുമ്പോ 1-2 ദിവസം ഈ ചർച്ച ചെയ്തതിനെ കുറിച്ച് നമുക്കൊരു ആവേശവും ഒരാഗ്രഹവും ഒരു സ്മരണയും ഉണ്ടാകും. 2-3 ദിവസം കഴിഞ്ഞ് ദുനിയാവുമായുള്ള ബന്ധങ്ങൾ നമ്മളെ മൂടിക്കളയുമ്പോ നമ്മൾ കേട്ടതെല്ലാം പഠിച്ചതെല്ലാം മറന്നു പോകുന്നു. പക്ഷേ ഉലമാക്കളോ ഖുർആനിന്റെ സാരഥികളോ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, ഉലമാക്കൾ എത്ര കേട്ടാലും വയറ് നിറയുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിൽ റദ്ദ്, ആരെല്ലാം ഈ പരിശുദ്ധ ഖുർആനിനെ കേട്ടാലും ഇത് പഴഞ്ചനാവുകയില്ല, പഴമയുള്ളതാവുകയില്ല. ഖുർആനിന് നൂനത സംഭവിക്കുകയില്ല. വലാ തൻതം വലാ തൻഖമി അജായിബഹു, ഖുർആനിനകത്തുള്ള ഉള്ളടക്കങ്ങൾ അത്ഭുതങ്ങൾക്കും ഒരു കുറവും വരികയില്ല. ലം തൻതഹിൽ ജിന്നു ഹീനഇദ സമിഅതുഹു വഇദ സറഫനാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലൂ അൻസിതൂ ഫലമ്മാ ഖളിയ വല്ലൂ ഇലാ പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, ജിന്നുകൾക്ക് പോലും അത്ഭുതമുളവാക്കിയ ഗ്രന്ഥമത്രേ. ജിന്നുകൾ പോലും കേട്ടിട്ട് മതിവരാതെ എത്ര കേട്ടിട്ടും നബിതങ്ങൾ ഖുർആൻ പാരായണം നടത്തുമ്പോ വീണ്ടും കേൾക്കണം എന്ന ബോധിയോടുകൂടി ആവേശത്തോടുകൂടി വീണ്ടും കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചുവെങ്കിൽ ആ ഖുർആനിന്റെ മാസ്മരിക ശക്തി എത്രത്തോളം വലുതാ. ഇന്നും നിങ്ങൾ മക്കയിലേക്ക് പോകുന്നുവെങ്കിൽ അവിടെ ഒരു പള്ളി കാണാം. ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന്, ജിന്നുകളുടെ പള്ളി. സൂറത്തുൽ ജിന്ന് അവതരിപ്പിച്ചത് അവിടെ വെച്ചാണ്. പരിശുദ്ധ പ്രവാചകൻ ആ പള്ളിയുടെ മെഹ്റാബിൽ ഇരുന്നുകൊണ്ട് ഖുർആനിന്റെ വചനങ്ങൾ ഓതുമ്പോ ജിന്നുകളുടെ ഒരു സംഘത്തെ തന്നെ അല്ലാഹു നബി തങ്ങളുടെ ഹദറത്തിലേക്ക് നിയോഗിക്കുകയാ. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ കേൾക്കുന്നതിന് വേണ്ടി നബിയെ അവിടുത്തെ സദസ്സിലേക്ക് ജിന്നുകൾ
ജിന്നുകളുടെ ഒരു കൂട്ടത്തെ നാം നിയോഗിച്ചപ്പോൾ അവർ ഖുർആൻ കേൾക്കുകയാണ്, ഖുർആൻ കേൾക്കുന്നവരാണ്. ഖുർആൻ കേൾക്കാനുള്ള താല്പര്യത്തോടെ അവിടുത്തെ സദസ്സിലേക്ക് വന്നപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതപ്പെടുന്ന സദസ്സിൽ അവർ സന്നിഹിതരായപ്പോ അവർ പറഞ്ഞു ഖുർആൻ ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ നിങ്ങൾ ശാന്തരായിരിക്കണമേ, സശ്രദ്ധം ശ്രവിക്കണമേ, അടങ്ങിയിരിക്കണമേ, മര്യാദയോടെ കഴിയണമേ. ജിന്നുകൾ പോലും ഖുർആനിന്റെ മാസ്മരിക ശക്തി കേട്ടിട്ട് ജിന്നുകൾ അവിടുത്തെ നേതാക്കന്മാർ മറ്റുള്ള ജിന്നുകളുടെ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടിരുന്ന് ഈ ഖുർആൻ കേൾക്കണമേ. ഖാലൂ അൻസിതൂ ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിലിരുന്ന് ഖുർആൻ കേട്ടിട്ടവർ മടങ്ങിപ്പോയപ്പോ, തന്റെ ഭവനങ്ങളിലേക്ക് തന്റെ സങ്കേതങ്ങളിലേക്ക് അവർ മടങ്ങിപ്പോയപ്പോൾ അവർ ഓരോരുത്തരും താക്കീതുകാരായിട്ടാണ് മടങ്ങിപ്പോയത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ജിന്ന് വർഗത്തിനും മനുഷ്യവർഗത്തിനും നേതാവല്ലയോ? ഹബീബായ തങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളും വചനങ്ങളും ജിന്ന് വർഗങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്, പരസ്പരം പറഞ്ഞു കൊടുക്കുകയാണ്, പ്രബോധനം ചെയ്യുകയാണ്. ഖാലൂ യാ ഖൗമനാ ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസാ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വ ഇലാ സിറാത്തിൻ മുസ്തഖീം. യാ ഖൗമനാ അജീബൂ ദാഇ അല്ലാഹ്, യാ ഖൗമനാ ജിന്നുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്, പരസ്പരം കൈകാര്യം ചെയ്യുകയാണ്. കേട്ട മതപ്രഭാഷണത്തിൽ എന്തൊക്കെയാണ് നബിതങ്ങൾ പറഞ്ഞത്, അവിടെ ചർച്ച ചെയ്തത് എന്തൊക്കെയാണ്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വാസ്തവമാക്കിയ ഓരോ വിഷയങ്ങളെ കുറിച്ചും സ്വർഗത്തിന്റെ വഴികളെ കുറിച്ചും എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം അതാ ഞങ്ങൾ കേട്ടിരിക്കുകയാ. അതുകൊണ്ട് സമുദായമേ, ഉൾക്കൊള്ളണമേ, മനസ്സിലാക്കണമേ, സ്വീകരിക്കണമേ, പഠിക്കണമേ, പഠിപ്പിക്കണമേ, ആ വഴികളെ അനുധാവനം ചെയ്യണമേ എന്ന് ജിന്നുകൾ പോലും പറഞ്ഞുവെങ്കിൽ ലാ യശ്ബഉ മിൻഹുൽ ഉലമാ, എത്ര കേട്ടാലും മതി വരാത്ത ഗ്രന്ഥം അത്രേ ഖുർആൻ. വലാ തൻഖദി അജായിബഹു, അതിന്റെ അത്ഭുതങ്ങൾ ഒരിക്കൽ പോലും അസ്തമിച്ചു പോവുകയില്ല. വലാ യഖ്ലിഖു അൻ കസറത്തിർ റദ്ദ്, ആരെല്ലാം എതിർത്താലും ആരെല്ലാം പുച്ഛിച്ചാലും അത് പഴഞ്ചൻ ഗ്രന്ഥമായി മാറുകയില്ല. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖാല ബിഹി സദ്ദഖ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നുവോ അവൻ രക്ഷപ്പെട്ടു, അവൻ സത്യസന്ധത ലോകത്ത് വ്യാപിപ്പിച്ചു, പ്രചരിപ്പിച്ചു. വമൻ അമില ബിഹി ഉജ്റ, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നുവോ കൂലി നൽകപ്പെടും. വമാ അമില ബിഹി ഉജ്റ വമൻ ഹകമ ബിഹി അദല, ആരൊരാൾ ഈ ഖുർആൻ കൊണ്ട് നീതി ബോധം ലോകത്ത് നടപ്പിലാക്കുന്നുവോ അവൻ യഥാർത്ഥ നീതിമാനായി മാറുകയും അവന് നീതി ലഭിക്കുകയും ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് മൊത്തത്തിൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ആശയമാണ്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോന്ന് നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലം ഈ ഖുർആനിലുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട്. ലൂത്ത് നബി, ഹൂദ് നബി, നൂഹ് നബി, സാലിഹ് നബി, ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി അലൈഹിമുസ്സലാത്തു വതസ്ലീമാത്ത്, ഇവരുടെ ഓരോരുത്തരുടെ സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അവർ അവതരിപ്പിച്ചപ്പോ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുത്തിയപ്പോ അതിനെ നിഷേധിച്ച നിഷേധികളെ കൈകാര്യം ചെയ്ത ചരിത്രം അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.
റിസാലത്തിന്റെ പ്രവാചകനായ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തി. 950 വർഷം ദീനിന്റെ പ്രബോധനം നടത്തിയപ്പോ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഴികളെ സ്വീകരിക്കാൻ, അള്ളാഹുവിനെ അംഗീകരിക്കാൻ തയ്യാറായത്. 950 വർഷം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത്, പടച്ചവനെ, ഞാൻ എത്ര കഷ്ടപ്പെട്ട് എത്ര ത്യാഗം സഹിച്ച് പകലെന്നില്ലാതെ നിന്നെ കുറിച്ച് ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അവരത് സ്വീകരിക്കുന്നില്ലല്ലോ പടച്ചവനെ. ഈ മുൻഗാമികളുടെ ചരിത്രം അല്ലാഹു ഖുർആനിൽ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുർആനുമായി ബന്ധമില്ലാത്ത മുസ്ലിം ഉമ്മത്തിന് ഒരു പാഠവും ഒരു താക്കീതുമാണ്. ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലാ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ സമുദായത്തെ രാപ്പകലില്ലാതെ ഞാൻ ക്ഷണിക്കുകയാ. റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലാ വനഹാറാ. രാവും പകലും നിന്നിലേക്ക് എന്റെ സമുദായത്തെ ഞാൻ ക്ഷണിച്ചു. അല്ലാഹ് ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നിന്നെ കുറിച്ച് പറയുവാൻ, നിന്റെ അസ്തിത്വത്തെ കുറിച്ച് പറയുവാൻ അവരുടെ അരികിലേക്ക് ഞാൻ ചെല്ലുമ്പോ അല്ലാഹ് അവർ പേടിച്ചു ഓടുകയാണ്, വിരണ്ടു ഓടുകയാണ്. പടച്ചവനെ, 21-ാം നൂറ്റാണ്ടിലെ മുസ്ലിമേ, ആയിരങ്ങൾ പതിനായിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറയുമ്പോ, സുബ്ഹി നമസ്കരിക്കാത്ത വ്യക്തികളെ വിളിക്കാൻ പോകുമ്പോ, ളുഹർ നമസ്കരിക്കാത്ത വ്യക്തികളെ ക്ഷണിക്കാൻ പോകുമ്പോ, നമസ്കാരമില്ലാത്ത യുവാക്കളെ പള്ളികളിലേക്ക് ക്ഷണിക്കാൻ പോകുമ്പോ അവർ പുച്ഛഭാവത്തോടെ കാണുന്നുവെങ്കിൽ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അല്ലാഹു അവരോട് ഏത് നയമാണ് സ്വീകരിച്ചതെന്ന് ഫീഹി നബഉ മാ ഖബലകും, മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ ഈ കാലഘട്ടവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണമേ. നിസ്കരിക്കാൻ പറയുമ്പോ അവർക്കൊരു മടിയാണ്, ദീനിന്റെ കാര്യം പറയുമ്പോ മടിയാണ്, ഹലാല് ചെയ്യണേ എന്ന് പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുകയില്ല. സീരിയൽ കാണരുതേ, സിനിമ കാണരുതേ, അത് പറഞ്ഞാൽ കേൾക്കൂല. കള്ള് കുടിക്കരുതേ, പലിശ വാങ്ങല്ലേ പറഞ്ഞാൽ അത് സ്വീകരിക്കൂല. നമസ്കരിക്കണേ ചെറുപ്പക്കാരാ, അത് ഇഷ്ടമല്ല. ഇത് തന്നെയാണ് നൂഹ് നബിയുടെ കാലഘട്ടത്തിലും സംഭവിച്ചത്. റബ്ബി ഇന്നി ദഅവതു ഖൗമി ലൈലാ വനഹാറാ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ വഇന്നി കുല്ലമാ دعوتهم لتغفر لهم جعلوا أصابعهم في آذانهم واستغشوا ثيابهم وأصروا واستكبروا استكبارا ثم إني دعوتهم جهارا ثم إني أعلنت لهم وأسررت لهم إسرارا فقلت استغفروا ربكم إنه كان غفارا. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 950 വർഷക്കാലത്ത് പ്രബോധനത്തിൽ നടന്ന സംഭവങ്ങളെല്ലാം റബ്ബിനോട് മഹാനായ നൂഹ് നബി വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ്. പടച്ചവനെ, വഇന്നി കുല്ലമാ ദഅവതുഹും ലിതഗ്ഫിറ ലഹും, അല്ലാഹുവേ, എന്റെ സമുദായത്തിന്റെ പാപങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കാൻ, ഞാൻ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കാൻ ദുആ ചെയ്യാൻ നിങ്ങൾ കടന്നു വരണമേ എന്ന് ഞാൻ അവരോട് പറയുമ്പോ, ജഅലൂ അസാബിയഹും ഫീ ആദാനിഹിം, അവരുടെ കാതുകളിലേക്ക്, ചെവിക്കുള്ളിലേക്ക്, ശ്രവണപുടങ്ങളിലേക്ക് വിരലുകൾ തള്ളിക്കയറ്റുകയാണ്. റബ്ബേ, വഅസറൂ വസ്തഗ്ബറു ഇസ്തിക്ബാറാ, അഹങ്കാരികളും ധിക്കാരികളുമായി റബ്ബേ ഈ ഭൂമുഖത്ത് ജീവിക്കുകയാണ്. പടച്ചവനെ, വഇന്നി ദഅവതു വഇന്നി കുല്ലമാ ദഅവതുഹും ലിതഗ്ഫിറ ലഹും ജഅലൂ അസാബിയഹും ഫീ ആദാനിഹിം
അവരുടെ വസ്ത്രങ്ങൾ അവരുടെ ശരീരത്തിൽ മൂടിക്കൊണ്ട് അഹങ്കാരികളായി പിന്തിരിഞ്ഞു പോകുമ്പോ ഞാൻ വിടുകയില്ല റബ്ബേ, വിടുകയില്ല റബ്ബേ. പരസ്യമായി ഓരോ കുന്നിന്റെ മുകളിലും മലമുകളിലും ഓരോ ഗ്രാമവീഥികളിലും ഞാൻ അല്ലാഹുവേ നിന്നെ കുറിച്ച് സമുദായത്തോട് പരിചയപ്പെടുത്തി കൊടുത്തു. വ്യക്തിപരമായി രഹസ്യമായി ഓരോ വ്യക്തിയുടെ അരികിൽ പോയി ഒറ്റയ്ക്കും എല്ലാം കൂട്ടായ്മയോടെയും ഞാൻ പറഞ്ഞു നോക്കിയല്ല. പക്ഷെ അതെല്ലാം അവർ നിഷേധിക്കുകയാണ് റബ്ബേ, തിരസ്കരിക്കുകയാണ് റബ്ബേ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷമവും അവിടുത്തെ വെപ്രാളവും അവിടുത്തെ വ്യഥയും അള്ളാഹുവിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഞാൻ ഈ ജനങ്ങളെയൊക്കെ വിളിച്ചു നോക്കി, അള്ളാഹ് നിന്റെ കാര്യം പറഞ്ഞു നോക്കി റബ്ബേ, നിന്നെ കുറിച്ച് പറഞ്ഞു നോക്കി, ഇസ്ലാമിന്റെ നിയമങ്ങളെ പഠിപ്പിച്ചു. ഇവയൊന്നും കേൾക്കാൻ തയ്യാറല്ല അള്ളാഹ്. ഇന്ന് മൂത്ത് അങ്ങനല്ലേ, ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള നിക്കാഹ്, കല്യാണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിനൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. വേണ്ട, സ്വീകരിക്കാൻ തയ്യാറായ വന്നപ്പോൾ അവസാനം എന്താ ചെയ്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബി ലാ തദർനി റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദിയാറാ ഇന്നക യാ തദർഹും യുളിലൂ ഇബാദക വലാ യലിദൂ ഇല്ലാ ഫാജിറാ കഫാറാ. അല്ലാഹുവേ, നിന്നെ ധിക്കരിക്കുന്ന ഈ ധിക്കാരിവർഗത്തെ ഈ ഭൂലോകത്ത് ജീവിക്കാൻ നീ അനുവദിച്ചാൽ അവരുടെ ബീജത്തിൽ ജനിക്കുന്ന സന്താനങ്ങൾ പോലും ധിക്കാരികളായി ഈ ലോകത്ത് അഹങ്കാരികളായി നടക്കും പടച്ചവനെ. അതുകൊണ്ട് ഈ ഭൂലോകത്ത് ധിക്കാരികളെ വെച്ച് പൊറുപ്പിക്കല്ലേ അല്ലാഹ്. കുറെ നാള് ദഅവത്ത് ചെയ്തു, 1-2 ദിവസമല്ല, 950 വർഷം. 950 വർഷം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 900 ഒന്നും വേണ്ട, കുറെ പ്രാവശ്യം അവനോട് പറയും, നിസ്കരിക്ക്, നോമ്പ് പിടി, പലിശ വാങ്ങല്ലേ, കള്ളുടിക്കല്ലേ, കഞ്ചാവ് അടിക്കല്ലേ, പാൻപരാഗ് അടിക്കല്ലേ. ഇതൊക്കെ പറഞ്ഞു നോക്കും. മനസ്സിലാവുന്നില്ല എങ്കിൽ അവസാനം മനസ്സുകൊണ്ട് വെറുക്കും. അല്ലാഹ്, ഈ ഖൗമിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റബ്ബേ, എന്താ ചെയ്യാ? ആവശ്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് അവതരിപ്പിച്ചു, നിന്നെ ധിക്കരിക്കുന്ന ഈ സമുദായത്തെ ഈ ഭൂലോകത്ത് വെച്ചേക്കണ്ട, മൊത്തത്തിനെ തട്ടിയിടെ. حتى إذا جاء أمرنا وفارت النور. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം ഇതാ വരാൻ പോവുകയാ. നൂഹേ, നിന്നെ വിശ്വസിച്ച എന്നെ വിശ്വസിച്ച എന്റെ അനുയായികളുമായി നീ വാഹനത്തിൽ കയറിക്കോ നൂഹേ. ബാക്കിയുള്ളവരെ ഞാൻ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് നൂഹേ. ബാക്കിയുള്ളവരെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അല്ലാഹയെ വിശ്വസിച്ചവരെ ഈ വണ്ടിയിൽ കയറ്റിക്കോ, പോയിക്കോ. حتى إذا جاء أمرنا وفارت النور. അല്ലാഹുവിന്റെ തീരുമാനം എത്തുകയാണ്. അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അടുപ്പ് പൊട്ടിത്തെറിക്കുകയാ. ജലപ്രളയമാണ്, ഉറവ പൊട്ടുകയാണ്. എത്രത്തോളം മലമുകളിൽ കഴിഞ്ഞുകൂടിയവരെയും വലിയ വലിയ വമ്പൻ തിരമാലകൾ അവരെ പൊതിയുകയാ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഒരു തിരമാലയെ പരിചയപ്പെടുത്തുകയാണ്. ഈ 21-ാം നൂറ്റാണ്ടിൽ ആദ്യമായി നാം കേൾക്കുന്ന തിരമാല 10,000 വർഷങ്ങൾക്ക് മുമ്പ് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച തിരമാലയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ തിരമാലയെയും ഈ തിരമാലയെയും യോജിപ്പിക്കുകയാ. അല്ലാഹുവിനെ ധിക്കരിച്ച ധിക്കാരി വർഗത്തെ സുനാമി തിരമാലകളെ കൊണ്ട് പാഠം പഠിപ്പിച്ച ചരിത്രം പരിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ കിടക്കുന്നുണ്ടെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ സുനാമി തിരമാലകളെ അതിജയിച്ച മനുഷ്യ, സുനാമി തിരമാലകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുവെങ്കിൽ വലാ യഖ്ലിഖു അൻ കസറത്തി റദ്ദ്, പഴഞ്ചനല്ല. ഭർത്ത
വർത്തമാന കാലഘട്ടങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് വ്യക്തമായ രൂപരേഖയോടുകൂടി ലോകത്തിന്റെ പെരുമാറിൽ പരിചയപ്പെടുത്തുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആനാണ്. അത് റബ്ബിന്റെ ഗ്രന്ഥമാണ്. ആരുടെയും കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത വൈരുദ്ധ്യമില്ലാത്ത ഗ്രന്ഥമാണെങ്കിൽ ആ ഖുർആനിൽ അല്ലാഹു സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി സുനാമി അടിച്ചാലും അമേരിക്കക്കാരന്റെ പെന്റഗണിന്റെ കമ്പ്യൂട്ടർ ചലിക്കാതെ ലോകത്ത് ഒരു ചുക്കം നടക്കുകയില്ല എന്ന് വീരവാദം മുഴക്കുമ്പോ അമേരിക്കക്കാരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സുനാമി തിരമാല അടിച്ചപ്പോ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ സുനാമിയെ കുറിച്ചൊരു മുന്നറിയിപ്പ് നൽകാൻ അമേരിക്കക്കാരന് സാധ്യമായില്ല എങ്കിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് അതിന്റെ തെളിവ്. പക്ഷേ ഖുർആൻ പഠിച്ചിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ വജസ്സുകളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ഖുർആനിന്റെ അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നുവെങ്കിൽ ഇനി നടക്കാനുള്ള സംഭവങ്ങളെ കുറിച്ച് അതാ ചർച്ച ചെയ്യുകയാ. കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും അതാ ചർച്ച ചെയ്തിരിക്കുകയാ. സുനാമി തിരമാലകളെ കുറിച്ച് ലോകത്ത് പരിചയപ്പെടുത്തിയത് അമേരിക്കക്കാരന്റെ കമ്പ്യൂട്ടർ അല്ല, അത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനല്ലാതെ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും സുനാമിയെ കുറിച്ച് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നുകളിലാണ് സുനാമി തിരമാലകളെ കുറിച്ച് ഇന്ന് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതും അത് തന്നെയാണ് സുനാമി തിരമാല. എന്താണ് ഈ സുനാമി? രണ്ട് തിരമാലകളുടെ ഒരു സംയമനം. രണ്ട് തിരമാലകൾ, കടലിനടിയിൽ ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല. രണ്ട് തിരമാല. ഈ രണ്ട് തിരമാലകൾ തമ്മിൽ യോജിച്ച് സംയോജിച്ച് ഒരുമിച്ച് ഭയങ്കരമായ നിലയിൽ, അതായത് വമ്പൻ തിരമാല പോലെ, വമ്പൻ തിരമാല പോലെ. സുനാമി എന്ന് പറഞ്ഞാൽ, വമ്പൻ തിരമാല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഉയരത്തിൽ, മീറ്റർ കണക്കെ കിലോമീറ്റർ കണക്കെ ഉയരുന്ന തിരമാല. അതാണല്ലോ സുനാമി തിരമാല. ഇതാണ് നമ്മുടെ ഗവേഷകരെ പഠിപ്പിച്ചത്, നമ്മുടെ ശാസ്ത്രം പഠിപ്പിച്ചത്. കടലിനടിയിലും ഒരു തിരമാല, കടലിന് മുകളിലും ഒരു തിരമാല. രണ്ട് തിരമാല. ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ ബീച്ചിൽ പോയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കടലിന്റെ തിരമാല നോക്കിയാൽ ഒരു തിരമാല നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അടിയിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു, മുകളിൽ ഒരു തിരമാല ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ശാസ്ത്രം പറയുന്നു അടിയിലും ഒരു തിരമാലയുണ്ട്, മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും കൂടെ യോജിച്ചാണ് സുനാമി തിരമാലയായി രൂപപ്പെടുന്നത്. വമ്പൻ തിരമാല. പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുകയാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൈകാര്യം ചെയ്തത് സുനാമി തിരമാലയാണെങ്കിൽ ഇന്ന് ഈ സുനാമി തിരമാലയ്ക്ക് നമ്മുടെ ശാസ്ത്ര ഗവേഷകർ പേരിട്ടത് പർവ്വത സമാനമായ തിരമാല. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. وإذا غشيهم موج كالظلل. وإذا غشيهم موج كالظلل دعوا الله مخلصين له الدين. പരിശുദ്ധ ഖുർആനിൽ സുനാമി തിരമാലയെ കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമല്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉപയോഗിച്ച വാക്കെന്താണ്? നൂഹ് നബിയും അവിടുത്തെ അനുയായികളും സുനാമി തിരമാലകളെ ഭേദിച്ചുകൊണ്ട് കടന്നു നീങ്ങുകയാണ്. വഹിയ തജ്രീ ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. ഐ മൗജിൻ കൽ ജിബാൽ. പർവ്വത സമാനമായ തിരമാല. അതല്ലയോ സുനാമി തിരമാല? പർവ്വത സമാനമായ തിരമാലകളെ ഭേദിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെ കപ്പൽ നീന്തി തുടിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു തആല മറ്റൊരായത്തിലൂടെ പറയുകയാണ്, വഇദാ ഗശിയഹും മൗജൂൻ കൗലൽ. പർവ്വത സമാനമായ തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ, ഐ കൽ ജബൽ. പർവ്വത സമാനമായ സുനാമി തിരമാലകൾ അവരെ മൂടി പൊതിഞ്ഞാൽ അവർ അല്ലാഹുവിനെ വിളിച്ച് കേണപേക്ഷിക്കും. മുഖ്ലിസീന ലഹുദ്ദീൻ. ഇന്റഗ്രിറ്റി
നിർവൃതിയോടുകൂടി നിഷ്കളങ്ക മനസ്സോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് അവർ നിലവിളിച്ചു പറയുന്നുവെങ്കിൽ ആ സുനാമി തിരമാലകൾക്കകപ്പെട്ടു പോയാൽ അല്ലാഹു അല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരെങ്കിലും ഉണ്ടോ? അപ്പോൾ പർവ്വത സമാനമായ തിരമാല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയെങ്കിൽ ശാസ്ത്രം വീണ്ടും പറയുന്നു കടലിനടിയിലും ഒരു തിരമാലയുണ്ട്, കടലിന് മുകളിലും ഒരു തിരമാലയുണ്ട്. ഈ രണ്ട് തിരമാലകളും യോജിച്ചുകൊണ്ടാണ് പർവ്വത സമാനമായ തിരമാലയായി ഉയരുന്നതെന്ന് പറയുമ്പോ കടലിന്റെ അടിത്തട്ടിലെ തിരമാലയെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ടോ? ഉണ്ട്. സൂറത്ത് നൂർ പരിശോധിച്ചാൽ കാണാം. ഔ കളുമാത് ഫീ ബഹരിൽ ലുജ്ജി യശാഹു മൗജ് മിൻ ഫൗഖിഹി മൗജ്. മൗജ് എന്ന് പറഞ്ഞാൽ തിരമാല എന്നാണ് അറബി ഭാഷ അർത്ഥമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ 2 പ്രാവശ്യം മൗജ് മൗജ് എന്ന് പറഞ്ഞു. എന്റെ കടലിന് 2 തിരമാലകൾ ഉണ്ടായിരിക്കാം. അതാണല്ലോ മൗജ് എന്ന് പറയാനുള്ള കാരണം. ബഹുമാനമുള്ള സഹോദര, അന്ധവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് അല്ലാഹു ചർച്ച ചെയ്യുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഉപമയായിട്ട് അല്ലാഹു അറിയിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതൊരു അന്ധകാരം പോലെയാണ്. ആഴക്കടലിലെ അന്ധകാരം പോലെയാണ്. ആ ആഴക്കടലിനെ ഒരു തിരമാല പൊതിയുന്നു. അതിന്റെ മുകളിലും ഉണ്ടൊരു തിരമാല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകന്റെ മേൽ അവതീർണമായ ഖുർആനിൽ 21-ാം നൂറ്റാണ്ടിൽ അടിക്കുന്ന സുനാമി തിരമാലകളെ കുറിച്ച് ചർച്ച ചെയ്തെങ്കിൽ ഒരൊറ്റ പോക്രികൾക്ക് പോലും പരിശുദ്ധ ഖുർആനിനെ പുറന്തള്ളാനോ വലിച്ചെറിയാനോ പിച്ച് ചീന്താനോ സാധ്യമല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ ഇന്നലകളുടെ ഗ്രന്ഥമാണ്, ഇന്നുകളുടെ ഗ്രന്ഥമാണ്, നാളുകളുടെ ഗ്രന്ഥമാണ്, കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഗ്രന്ഥമാണ്, വൈദ്യങ്ങളില്ലാത്ത ഗ്രന്ഥമാണ്, പടച്ച തമ്പുരാന്റെ സത്യസന്ദേശമാ. അതാരെ കൊണ്ട് മായിച്ചു കളയാൻ സാധ്യമല്ല. അതിന്റെ അർത്ഥ വ്യത്യാസങ്ങളെ തേച്ചുമാക്കാനോ അതിന് വല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ ഇടങ്ങേറാക്കാനോ മാലിന്യവൽക്കരിക്കാനോ സാധ്യമല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി 21-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രജ്ഞർ പരിശുദ്ധ ഖുർആനിനെ ഗവേഷണം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ അനുയായികളെ, അഹങ്കാരികളായ അനുയായികളെ കൈകാര്യം ചെയ്തത് ഇന്നത്തെ കാലഘട്ടത്തിൽ അടിച്ചത് പോലുള്ള സുനാമി തിരമാലയാ. ഇവിടെ ഈ സുനാമി അടിച്ചത് എവിടെയാ? ബീച്ചുകളിലല്ലേ? എത്രയെത്ര ബീച്ചുകളിൽ. ഇന്തോനേഷ്യ മുതൽ തുടങ്ങിയില്ലേ? ഇന്തോനേഷ്യ കൊണ്ട് തുടങ്ങിയെങ്കിൽ കോടിക്കണക്കിന് ഡോളർ നഷ്ടം സംഭവിച്ചു, ലക്ഷക്കണക്കിന് മനുഷ്യന്റെ ജീവന് ഹാനി സംഭവിച്ചു. എത്രയെത്ര മനുഷ്യ മക്കളുടെ കുടിലുകളാണ് നശിച്ചു പോയത്. എത്രയെത്ര വിലപിടിപ്പുള്ള സാധനങ്ങളും കൊട്ടാരങ്ങളുമാണ് തകർന്നടിഞ്ഞു പോയതെങ്കിൽ ബഹുമാനമുള്ള സഹോദര, മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ചാൽ അത് ഏത് ധിക്കാരി വർഗമാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യും എന്നതിന്റെ ചരിത്രമാണ്. ഇന്തോനേഷ്യയിൽ നിന്ന് എല്ലാ വർഷവും 4-4.5 ലക്ഷത്തോളം ജനങ്ങൾ പരിശുദ്ധമായ കഅബ ഷരീഫിലേക്ക് വരുന്നുവെങ്കിൽ അവിടെ കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഹജ്ജ് ചെയ്തിരിക്കണമെങ്കിൽ അത്രത്തോളം പരിശുദ്ധ ഇസ്ലാം അധികരിച്ച് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ നാട്ടിലാണ് സുനാമി പ്രതിഭാസം അല്ലാഹു പരിചയപ്പെടുത്തിയതെങ്കിൽ എന്തേ സുഹൃത്തെ അതിനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്സ് റാക്കറ്റ് നടക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. റെഡ് സ്ട്രീറ്റ് വ്യഭിചാരം നടക്കുന്നത് ഇന്തോനേഷ്യയിൽ. അല്ലാഹു വിട്ടില്ല. പല പരീക്ഷണങ്ങളും അല്ലാഹു നൽകി അവരെ പരീക്ഷിച്ചു നോക്കി. രക്ഷയില്ല. അവസാനം ഒരു പിടി. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്. ഒരൊറ്റപ്പിടി അല്ലാഹു പിടിച്ചു. അല്ലാഹു ചോദിക്കുകയാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട്, അം ഹസിബതും ആ തദ്ഖുലുൽ ജന്ന വലമാ يأتكم مثل الذين خلوا من قبلكم مستهم البأساء
حتى يقول الرسول والذين آمنوا معه متى نصر الله പല പല ചരിത്ര സത്യങ്ങളും അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പരിചയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 21-ാം നൂറ്റാണ്ടിൽ ലാഘവത്തോടുകൂടി ആഡംബര പ്രിയരായി ജീവിക്കുന്ന പണം കൊണ്ട് അമ്മാനമാടി അല്ലാഹുവിനെയും ആഖിറത്തെയും ഖബറിനെയും ഭയപ്പെടാതെ ജീവിക്കുന്ന മനുഷ്യ, നിന്നോട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാ, അം ഹസിബതും ആ തദ്ഖുലുൽ ജന്ന, ലാഘവത്തോടുകൂടി വളരെ പെട്ടെന്ന് സുഖ സൗകര്യത്തോടുകൂടി സ്വർഗ്ഗത്തിൽ കടക്കാമെന്ന ബോധ്യത്തോടുകൂടി നീ കഴിയുകയാണോ? മുൻഗാമികൾ അനുഭവിച്ച സംഭവങ്ങളെ കുറിച്ച് നിന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ട് ആ സംഭവങ്ങളൊന്നും നീ പഠിക്കാതെയും ഉൾക്കൊള്ളാതെയും അതുപോലെ നിന്റെ ശരീരത്തിലും പോറലേൽക്കാതെയും ലാഘവത്തോടെ നീ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ദഹിക്കുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ദുഃഖവും ദുരിതവും വലിയ വലിയ വിറപ്പിക്കപ്പെട്ട ചരിത്ര പശ്ചാത്തലങ്ങൾ മുൻഗാമികളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതുവരെ എന്ന് വെച്ചാൽ ലോകത്തിന്റെ നായകത്വം വഹിക്കുന്ന പ്രവാചകൻ പോലും അവിടുത്തെ തണലിനെ പിൻപറ്റിക്കൊണ്ട് കഴിയുന്ന സഹാബാക്കൾ പോലും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് കിടുകിടാ വിറപ്പിക്കപ്പെട്ടപ്പോൾ അവര് പോലും ചോദിച്ചില്ലയോ മതാ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്, അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണ്? ആധുനിക ടെക്നോളജിയിൽ മുങ്ങിത്താടുന്ന മനുഷ്യ, ഭൂമി കുലുക്കമോ ഭൂകമ്പമോ ഉണ്ടായാൽ അമ്പരച്ചുണ്ടികളായ കോട്ടകൊത്തളങ്ങൾ ഭൂമി വിരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യനെ രക്ഷപ്പെടുത്താനോ ഈ കെട്ടിടങ്ങളെ രക്ഷപ്പെടുത്താനോ കഴിയുമോ? കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു കൊടുങ്കാറ്റടിച്ചാൽ, കേവലം ഒരു ചൂടായ കാറ്റടിച്ചാൽ, ഒരു കൊടും തണുപ്പ് വന്നു പോയാൽ, ഒരു സെക്കൻഡ് ഭൂമി ഒന്ന് കിടുകിടാ വിറപ്പിക്കപ്പെട്ടാൽ, ഈ ആര് തട്ടഹസിക്കുന്ന തിരമാലകൾ നമ്മെ ഒന്ന് കവർന്നാൽ ഇവിടുത്തെ നിയമപാലകരെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? ഇവിടുത്തെ അധികാരി വർഗത്തെ കൊണ്ട് വല്ലതും ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവിനാണല്ലോ സകലമാന അധികാരങ്ങളും, അവൻ തന്നെയാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. റബ്ബിന്റെ കോടതിയെ വഞ്ചിച്ചുകൊണ്ട്, റബ്ബിനെ വഞ്ചിച്ചുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കാതെ കേവലം ഭൗതികതയുടെ പിന്നാലെ പോകുന്ന മനുഷ്യ, നിനക്കും ഈ ദുരിതം വരാതെ നിന്നെ ഈ ലോകത്ത് നിന്ന് ഞാൻ എന്റെ ദർബാറിലേക്ക് വിളിക്കുകയില്ല. അതിന്റെ അടയാളമാണ് പരിശുദ്ധ പ്രവാചകനെയും അവിടുത്തെ സഹാബാക്കളെ പോലും കിടുകിടാ വിറപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ സഹായം എപ്പോഴാണെന്ന് അവർ നിലവിളിച്ചപ്പോൾ അവർ സർവവും അല്ലാഹുവിന്റെ മുന്നിലേക്ക് ത്യജിച്ചപ്പോ അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ ഊർജവും അവരുടെ എല്ലാം റബ്ബിന്റെ കോടതിയിലേക്ക് അവർ പരിത്യജിച്ചപ്പോ റബ്ബിന്റെ മറുപടി ഉണ്ടായി, ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം ഇതാ ഉടനെ എത്തും കേട്ടോ. സഹായിക്കും എപ്പോ? അല്ലാഹയെ വിളിക്കണം. ആ സമയത്ത് ഇടങ്ങേറൊക്കെ വന്നതിന് ശേഷം അല്ല, അതിന് മുമ്പേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായുള്ള ബന്ധം വേണം. ഇടങ്ങേറ് വരുമ്പോ ഒരു വിളി, അത് അല്ലാഹ്ക്ക് ആവശ്യമൊന്നുമില്ല. ആ സമയത്തുള്ള വിളിയല്ല അല്ലാഹ്ക്കോട്ട്. അതിന് മുമ്പേ റബ്ബുമായുള്ള ബന്ധം സ്ഥാപിക്കണം. അതാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുയായികളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയത്. ഫീഹി നബഉമാ ഖബലകും, മുൻഗാമികളുടെ ചരിത്രം ഇതിനകത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോ ഈമാൻ, ഞങ്ങൾ ഈമാൻ ഉള്ളവരാണ്, ഞങ്ങൾ വിശ്വാസമുള്ളവരാണ്, ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ആപത്തും വരൂല നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഖുർആൻ ചോദിക്കുന്നു. ഒരു പ്രത്യേകമായ ഗ്രൂപ്പുകാരെ നോക്കി നല്ല പിടിക്കൂല, പിടിക്കുമ്പോ മൊത്തത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിടിക്കുമ്പോ മൊത്തത്തിൽ പിടിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് നമ്മളോട് ചോദിക്കുന്നത്.
നിങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതുകൊണ്ട്, ഞങ്ങൾ വിശ്വസിച്ചവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എങ്ങ് വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടോ? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ചോദ്യമല്ലാത്ത ചോദ്യമാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. سألت زينب بنت جحش رضي الله تعالى عنها قالت يا رسول الله أنهلك وفينا الصالحون. ഞങ്ങളുടെ നാട്ടിലെ സാലിഹീങ്ങൾ ജീവിച്ചിരിക്കുമ്പോ, അതല്ലെങ്കിൽ സാലിഹീങ്ങളുടെ ഖബറുണ്ടെങ്കിൽ എങ്ങനെയുമാകാം? അനുഹുലക്ക് നമ്മൾ നശിപ്പിക്കപ്പെടുമോ നബിയേ? ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് ചോദിക്കുകയാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഅം നഅം ഇദാ കസറൽ ഖബസ്. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംഭവിക്കും സൈനബേ, സംഭവിക്കും. പക്ഷേ ഇദാ കസറൽ ഖബസ് അധികരിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. വൽ ഖബസു യാ ഇബാദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസന്മാരെ, ഖബസ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ? കുല്ലു മഅസിയ യുസില്ലാഹ ഫീ ബർരിഹി വബഹരിഹി. കടലിലും കരയിലും രാത്രിയും പകലും ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അധികരിച്ചാൽ സൈനബേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ നാട്ടിൽ എത്ര മഹത്തുക്കൾ ഉണ്ടെങ്കിലും ആ നാടിനെയും അല്ലാഹു പിടിക്കും സൈനബേ. ആ നാട്ടിൽ എത്ര മഹത്തുക്കൾ ഉണ്ടായാലും അല്ലാഹു പിടിക്കും, മൊത്തത്തിൽ പിടിക്കും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. മുൻഗാമികളുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. ഇതിപ്പോ ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. ലൂത്ത് നബിയുടെ കാലഘട്ടം, ശുഐബ് നബിയുടെ കാലഘട്ടം, സ്വാലിഹ് നബിയുടെ കാലഘട്ടം, ഹൂദ് നബിയുടെ കാലഘട്ടം, അവർക്കൊക്കെ സംഭവിച്ചത് എന്താ? അതൊക്കെ ഇതിന്റെ വിഷയത്തിൽ വരുന്ന, പക്ഷെ നമുക്കതെല്ലാം നമുക്ക് കൂടുതലും ചർച്ച ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സമയമായി പോയി. 9:30 ഒരു വിഷയം പറഞ്ഞപ്പോ തന്നെ ഇനി എത്രയോ വിഷയം പറയാൻ കിടക്കും. ശേഷമുള്ളവരെ ഇപ്പോൾ ജീവിക്കുന്നവരെ, നിങ്ങൾക്കുള്ള സകലമാന വഴികളെ കുറിച്ചും ഈ ഖുർആൻ വിജയത്തിന്റെ വഴികൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. കേൾക്കണേ, പഠിക്കണേ, ഉൾക്കൊള്ളണേ, ചിന്തിക്കണേ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? ഖുർആനിന്റെ പൊരുളിനെ കുറിച്ച് അറിയാത്തത് എന്തേ? നിങ്ങളുടെ ഹൃദയത്തിൽ പൂട്ട് വീണു പോയോ ദാസന്മാരെ, ദാസികളെ? അള്ളാന്റെ ചോദ്യം, എന്താ ചിന്തിക്കാത്തത്? എന്താ ഖുർആൻ പറഞ്ഞിട്ട് മനസ്സിലാത്ത? അള്ളാന്റെ ഗ്രന്ഥമല്ലേ ഇത്, എന്താ നിങ്ങൾ പഠിക്കാത്തത്? ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാലഘട്ടക്കാർക്ക് അല്ലാഹു നമുക്ക് അറിയിക്കുന്ന കുറെ സന്ദേശം ഖുർആനിൽ പഠിക്കുന്നു. ഫീഹി ഖബറു മാ ബഅദകും. മുൻഗാമികൾ, അവർക്ക് ശേഷം വന്നവർക്ക് വേണ്ടി എന്തെല്ലാം നന്മകളാണോ അവർ ചെയ്താൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ, തിന്മകളെ അവർ സ്വീകരിച്ചാൽ അവർക്കുണ്ടാകുന്ന ശിക്ഷകൾ, താക്കീതുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ വിശദീകരിക്കുകയാണ്. അത് നമുക്ക് 1-2-3 ആയത്തുകളുടെ ഒരു ചെറിയ കുറെ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഖുർആൻ പറയുന്നത്, നബി തങ്ങൾ പറയുന്നത് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. സ്വർഗത്തിലേക്ക് മാനവകുലത്തിന്റെ നിയമപുസ്തകം എന്ന് പറയുമ്പോൾ എന്താണ് നിയമം? ഖുർആനിലെ നിയമങ്ങൾ എന്താണ്? എന്ത് ചെയ്താൽ എന്താകും, ഇന്നത് ചെയ്താൽ എങ്ങനെയാകും, അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ, ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വഴി? ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. ഈ
സമുദായത്തിന് ഖുർആനുമായുള്ള ബന്ധം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ഖുർആനുമായുള്ള ബന്ധമാണ്. ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് സഹാബത്ത് ചോദിച്ചു അത്രേ, നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളെ ഒന്ന് വിശദീകരിച്ചു തരുമോ? മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിച്ചു കൊടുക്കുകയാ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബിയുടെ സ്വഭാവം ഖുർആനാണ്, നബിയുടെ ജീവിതം ഖുർആനാണ്, നബിയുടെ സംസാരം ഖുർആനാണ്, നബിയുടെ മാതൃക ഖുർആനാണ്, നബിയുടെ നടത്ത ഖുർആനാണ്, നബിയുടെ ജീവിതം ഖുർആനാണ്. മദീനയുടെയും മക്കയുടെയും പെരുമാറിലൂടെ രണ്ട് കാലിലൊരു ഖുർആൻ സഞ്ചരിക്കുകയല്ലേ? ഒരു ഖുർആനിന്റെ വടവൃക്ഷമല്ലയോ മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ നാവിലൂടെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ഈ ഖുർആനിന്റെ ഉദ്ധരണികളെ നമ്മെ പഠിപ്പിച്ചു തന്നുവെങ്കിൽ ഖുർആൻ ഈ ലോകത്തോട് എന്താണ് പറയുന്നത്? സംശയം വേണ്ട, സംശയം വേണ്ട, ലാ റൈബ ഫീ, ആർക്കും സംശയം വേണ്ട. ഈ ഖുർആനിന്റെ ഉദ്ധരണികളെ സ്വീകരിക്കുന്നവർ മുത്തഖീങ്ങളാണ്, മുത്തഖീങ്ങളാണ്. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞാൽ മുത്തഖീങ്ങളാണ് അതിന്റെ ഉള്ളടക്കങ്ങൾ സ്വീകരിക്കുന്നത്. തഖ്വയില്ലാത്തവൻ പാശ്ചാത്യന്റെ സംസാരങ്ങളാണ് സ്വീകരിക്കുക, അവന്റെ വാറോലകളെയാണ് പിൻപറ്റുക. ഖുർആൻ എത്രത്തോളം ഗൗരവത്തോടുകൂടി അവനോട് പഠിപ്പിച്ചു കൊടുത്താലും അത് സ്വീകരിക്കാൻ ഈ സമുദായം തയ്യാറാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നിസ്സംശയം ഈ ഖുർആൻ എന്ന് പറയുന്നത് മുത്തഖീങ്ങളുടെ മാർഗദർശന ഗ്രന്ഥമാ. ആരാണ് മുത്തഖീങ്ങൾ? അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അന്ത്യദിനത്തെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും അദൃശ്യത്തെ കൊണ്ടും വിശ്വസിക്കുന്നവരത്രേ വിശ്വാസികൾ. ഒരിക്കൽ ഞാൻ മരിച്ചു പോകും, ആരുടെ മണ്ണിലേക്ക് എന്നെ കൊണ്ടുവെക്കപ്പെടും. ഇന്ന് ഞാൻ ഉറങ്ങുന്ന കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് ഒരു ചലനവുമില്ലാതെ ചേതനയറ്റ ശരീരത്തെ കുറെ ആളുകൾ വന്ന പള്ളിക്കട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് എന്നെ വെച്ചുകൊണ്ട് ആ കബറിനകത്തേക്ക് കൊണ്ടുവച്ച് 3 പിടുവെണ്ണ് എന്റെ വായിലേക്ക് വാരിയിട്ടിട്ട് മടങ്ങിപ്പോകുമ്പോ ഞാൻ ഒറ്റപ്പെട്ട ജീവിതമാണ് ആ കബറിൽ നയിക്കുന്നതെങ്കിൽ അതിനെ കുറിച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളെ അവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളാണ് ഇതിനെ വിശ്വസിക്കുക. ഈ ഖുർആനിനെ അംഗീകരിച്ച് ജീവിച്ചാൽ അവന്റെ അന്ത്യസമയം അല്ലാഹു നന്നാക്കി കൊടുക്കുമത്രേ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിലെല്ലാം നമ്മുടെ ദിക്ർ എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ ദുആ എന്താണ്? പടച്ചവനെ അന്ത്യസമയം നീ നന്നാക്കി തരണമേ, അന്ത്യസമയം ഈമാനോടെ മരിപ്പിക്കണമേ എന്ന പ്രാർത്ഥനയും ദുആയുമാണ് നമ്മൾക്കെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അന്ത്യസമയം നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അതേ, ഏത് മുത്തഖീൻ? ഹുദല്ലിൽ മുത്തഖീൻ. ഈ ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മുത്തഖീങ്ങളെ നിങ്ങളുടെ അന്ത്യം അല്ലാഹു ഏറ്റെടുത്തുകൊള്ളും. നിങ്ങൾ ദുഃഖിക്കണ്ട. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരുടെ റൂഹ് എടുക്കാൻ വേണ്ടി മലക്കുകൾ തയ്യാറായി നിൽക്കുമ്പോ, അള്ളാന്റെ തീരുമാനം വരുമ്പോ, ഖുർആനിന്റെ സാരഥികളുടെ റൂഹ് പിടിക്കാൻ വേണ്ടി അള്ളാന്റെ തീരുമാനം വരുമ്പോ വാനലോകത്ത് നിന്ന് മാലാഖമാർ ഇറങ്ങി വരികയാ, അവന്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കുകയാ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഖുർആനിന്റെ വഴികളെ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ റൂഹാണ് ഇപ്പോൾ പിടിക്കപ്പെടാൻ പോകുന്നതെങ്കിൽ വാനലോകത്ത് നിന്ന് വിളിയാളമുണ്ടാകും. അതാ സ്വർഗത്തിന്റെ പട്ടുടയാടുകളുമായി നിന്റെ അരികിലേക്ക് ഇറങ്ങി വരികയാണ് മാലാഖമാർ. അവന്റെ തലയുടെ ഭാഗത്ത് വന്നിരുന്നു കൊണ്ട് വിളിച്ചു പറയുകയാ, أيتها النفس المطمئنة اخرجي أيتها النفس المطمئنة ശാന്തിയടഞ്ഞ ആത്മാവേ സന്തോഷത്തോടെ പുറത്തേക്ക് വാ. വബ്ശിരി ബിറൗഹി വറൈഹാൻ. സ്വർഗ്ഗം കൊണ്ട് നീ സന്തോഷ വർത്തമാനം അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വാ. ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. കുഴച്ച മാവിൽ നിന്ന് മുടിയെടുക്കുന്നത് പോലെ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട്
സ്വർഗത്തിന്റെ പട്ടുടയാടകളിൽ മൂടിപ്പുതഞ്ഞ നേരെ സ്വർഗത്തിലേക്ക് പോവുകയാ. സ്വർഗത്തിലേക്ക് പോകുമ്പോ മാലാഖമാർ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് പറയും, റൗവിഹു അഖാകും റൗവിഹു അഖാകും ഫഇന്നഹു കാന മിൻ ഗമ്മി ദുനിയാ. ദുനിയാവിൽ വല്ലാതെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചവനാണ്, അവരുടെ ആത്മാവിന് ശാന്തി നൽകൂ, സന്തോഷിപ്പിക്കൂ എന്ന് വാനലോകത്തെ മാലാഖമാർ വിളിച്ചു പറയുകയും അവസാനം ആ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുകയും ചെയ്യുമത്രേ. അവരാരാണ്? അവർ മുത്തഖീങ്ങളാ. ആ മുത്തഖീങ്ങളുടെ വിശേഷണം എന്താണ്? ഖുർആനിൽ അല്ലാഹു ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. വഫീഹി ഖബറു മാ ബഅദകും. ഈ പറയപ്പെടുന്ന വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു കോലത്തിൽ മരിക്കാൻ പറ്റും. ഇനി പറയാൻ പോകുന്ന വിഷയം അല്ലാഹു മനസ്സിലാക്കട്ടെ. നമ്മൾ ദിവസം തോറും സമ്പാദിക്കുന്നത് എന്തിനാ? ജീവിക്കാൻ. നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, ഭാര്യ, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ സമ്പാദിക്കാൻ പോണത്. ദുബായി പോണത്, അബുദാബി പോണത്, സൗദിയിൽ പോണത്, ലണ്ടനിൽ പോണത്, അമേരിക്ക പോണത്, ഇവിടെ ജോലിക്ക് പോണത്, ഇതെല്ലാം കടയിടുന്നത്, കച്ചവടം നടക്കുന്നത്, എല്ലാം സമ്പാദിക്കാനാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നമ്മുടെ ആഖിബത്ത് നന്നായി നല്ല അവസ്ഥയിൽ വരണോ? ഖുർആൻ നൽകുന്ന ഉപദേശം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും بالباطل إلا أن تكون تجارة عن تراض منكم. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, വിശ്വാസികളെ നിങ്ങൾ കച്ചവടം ചെയ്തോ, അത് സുന്നത്താണ്, അത് ഇബാദത്താ. പക്ഷെ ആരാന്റെ സ്വത്തിനെ നീ ഇഷ്ടപ്പെടരുതേ. ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ. ഹലാലായ സമ്പാദ്യത്തിനോടൊപ്പം ഹറാം കൂട്ടിക്കുഴയ്ക്കരുതേ. കച്ചവടം ചെയ്യുമ്പോ രണ്ടു കൂട്ടരുടെയും ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരമല്ലാതെ പൈസ വാങ്ങരുതേ, കച്ചവടം ചെയ്യരുതേ, സാധനം വിൽക്കരുതേ. അങ്ങനെ നിങ്ങൾ ഹലാലിലേക്ക് ഹറാം കൂട്ടിക്കുഴച്ചാൽ നിങ്ങളുടെ ഇബാദത്തുകൾക്ക് പരിക്കേൽക്കുമത്രേ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം. ആഖിബത്ത് എന്നാവണ്ടേ, സ്വർഗത്തിൽ പോകണ്ടേ, മുത്തഖീങ്ങളാവണ്ടേ. ഖുർആൻ നൽകുന്ന ഉപദേശം എന്താ? സമ്പാദ്യം ഹലാലാക്കുക. കുറെ പണം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കുറെ പണത്തിന്റെ ആവശ്യമൊന്നും അല്ലാഹ്ക്ക് വേണ്ട. നിന്റെ മക്കളെ നീ നന്നാക്കി വലുതാക്കി എടുക്കണമെങ്കിൽ ആ മക്കൾക്ക് കൊടുക്കുന്ന പൈസ, മക്കളെ കുടിപ്പിക്കുന്ന വെള്ളം, മക്കൾക്ക് കൊടുക്കുന്ന മിഠായി, അത് ഹലാലിന്റെ പൈസയിൽ നിന്നായിരിക്കണം. ഹറാമിന്റെ പൈസ നിന്റെ മക്കളുടെ വയറ്റിലെത്തിപ്പോയാൽ, നിന്റെ വയറ്റിലെത്തിയാൽ വല്ലാഹി സത്യം ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് ഇവിടെ കുറെ വിഷയം നമ്മൾ മനസ്സിലാക്കണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഹദീസുകൾ കൂടി നമ്മൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കിക്കോ. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്, ബിമാ അമറ ബിഹിൽ മുർസലീൻ, പ്രവാചകന്മാരോട്, ദൂതന്മാരോട്, മുർസലീങ്ങളോട്, അംബിയാ മുർസലീങ്ങളോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ തന്നെ വിശ്വാസികളെ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാ. എന്താണ് വിശ്വാസികളെ പ്രവാചകന്മാരോട് അല്ലാഹു കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് طيبات يا أيها الرسول كلوا من الطيبات ما رزقناكم واشكروا لله. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഏ മുർസലീങ്ങളെ, നാം നിങ്ങൾക്ക് നൽകിയ വിഭവങ്ങളിൽ നല്ലത് മാത്രമേ കഴിക്കാവേ, നല്ലത് മാത്രമേ സമ്പാദിക്കാവേ. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അവൻ നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ഇന്നൽ അബ്ദ ഇദാ തഅബ്ബദ അല്ലാഹ, ഒരു അടിമ, അല്ലാഹുവിന്റെ അടിമ റബ്ബിന്റെ മുന്നിൽ അവൻ ഇബാദത്ത് എടുക്കുമ്പോ, അവൻ നമസ്കരിക്കുമ്പോ, അവൻ ദുആ ചെയ്യുമ്പോ, അവൻ ഖുർആൻ പാരായണം നടത്തുമ്പോ, അവൻ ദിക്ർ ചൊല്ലുമ്പോ, അവൻ സ്വലാത്ത് ചൊല്ലുമ്പോ, അവൻ ഹജ്ജ് ചെയ്യുമ്പോ, അവൻ തവാഫ് ചെയ്യുമ്പോ, ഖാല ശൈത്താനു ലിഅഅ്വാനിഹി, പിശാച് തന്റെ അനുയായികളോട് പറയും, ഉൻദുറൂ
ആ ഭവ്യതയോടെ ഇബാദത്തോടെ നമസ്കരിക്കുന്ന ആ വ്യക്തിയെ പോയി ഒന്ന് നോക്ക്. അവന്റെ ഭക്ഷണം എവിടെ നിന്ന്, അവന്റെ സമ്പാദ്യം എവിടെ നിന്ന്, അവന്റെ വെള്ളം എവിടെ നിന്ന്, അവൻ കുടിച്ച വെള്ളം എവിടെ നിന്ന്, അവൻ കഴിച്ച ഭക്ഷണം എവിടെ നിന്ന്. ശൈത്താന്മാരെ, പിശാചുക്കളെ, ഒന്ന് പോയി അന്വേഷിക്കണേ എന്ന് ഇബ്ലീസ് വിളിച്ചു പറയുമത്രേ. ഒരാള് വലിയ ഭവ്യതയോടെ നമസ്കരിക്കുകയാ, വലിയ ഇബാദത്ത് ചെയ്യുകയാ, ഇബ്ലീസ് വിളിച്ചു പറയും, പോയി നോക്കൂ അവന്റെ ഭക്ഷണം എവിടെ നിന്നാ. അങ്ങനെ വരും പിശാച്, വരും പിശാച് വന്നിട്ട് അന്വേഷിക്കും എവിടെ നിന്നാണ് ഭക്ഷണം. ഇവന്റെ നല്ല ഇബാദത്തിൽ ഇങ്ങനെ നിസ്കരിക്കാം, അപ്പൊ എന്റെ തൊള്ളയിൽ കിടക്കുന്ന, എന്റെ വയറ്റിൽ കിടക്കുന്ന, പള്ളയിൽ കിടക്കുന്ന എവിടെ നിന്ന് വന്നതാണ്. അവന്റെ സമ്പാദ്യം, അവന്റെ ഭക്ഷണം, അവന്റെ പാനീയം, അവന്റെ വസ്ത്രം, അവന്റെ നിസ്കാര കുപ്പായം, അവൻ നിസ്കരിക്കുന്ന റൂം, ആ വീട്, ഇത് ഹറാമ് കലർന്നതാണ്, ഹറാമ് ചേർന്നതാണെങ്കിൽ പിശാച് പറയുമത്രേ, അവനെ ഉപേക്ഷിക്കുക, അവനെ വിട്ടേക്കുക. വെറുതെ അവൻ നമസ്കരിക്കുന്നു, വെറുതെ ഖുർആൻ ഓതുന്നു, വെറുതെ നോമ്പ് പിടിക്കുന്നു, വെറുതെ ഹജ്ജ് ചെയ്യുന്നു, വെറുതെ ദിക്ർ ചൊല്ലുന്നു, വെറുതെ സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങൾ അവനെ ഇടങ്ങേറാക്കാൻ പോകണ്ട. കാരണം അവന്റെ ഉള്ളിൽ കിടക്കുന്നത് ഹറാമിന്റെ ഒരു തുള്ളി വയറ്റിലുള്ളവൻ, ഹറാമിന്റെ ഒരു അംശം സമ്പത്തിലുള്ളവൻ, അവൻ എത്ര ഇബാദത്ത് ചെയ്താലും ആ ഇബാദത്ത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പിശാച് പറയും, അവനെ ഉപദ്രവിക്കണ്ട, അവൻ നിസ്കരിച്ചോട്ടെ, അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹറാമിന്റെ ഒരു അംശം സമ്പത്തിൽ കൂട്ടിക്കൊഴിച്ചവൻ ഭയങ്കര ഇബാദത്ത്, ഭയങ്കര ഇബാദത്ത്. ഈ ഇബാദത്ത് പിശാച് പറയുന്നത് വെറുതെ വെറുതെ കഷ്ടപ്പെടുന്നു. മാഫി ഫായിദ, മാഫി ഫായിദ, ഒരു ഫായിദ ഇല്ല. കാരണം എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നഹു ഖറജ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം കുറെ സഹാബാക്കളുടെ നബിതങ്ങളുടെ കൂടെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വറഅന്നാസ യതബായഊൻ. കച്ചവടക്കാര് കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂൽ കാണുകയാ. ഫഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ മഅശറ തുജ്ജാർ, ഏ കച്ചവടക്കാരെ, കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, ബിസിനസ്സുകാരെ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ഫർതഫഉ ഫർഫഉ അഅനാഖഹും വഅബ്സാറഹും. കുനിഞ്ഞിരുന്ന് കച്ചവടം ചെയ്തവർ നബിതങ്ങളുടെ വിളി കേട്ടപ്പോൾ ഫസ്തജാബൂ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറഫഉ അഅനാഖഹും വഅബ്സാറഹും. അവരുടെ മുഖം അവർ നിവർത്തുകയാ. നബിതങ്ങളെ വിളിച്ചു. എല്ലാവരും കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. നബിതങ്ങളുടെ വിളി കേട്ടപ്പോൾ ആ നബിതങ്ങളുടെ വിളിക്ക് മറുപടി നൽകി എല്ലാവരും. വറഫഉ അഅനാഖഹും വഅബ്സാറഹും. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞു, യാ മഅശറ തുജ്ജാർ, ഹേ കച്ചവടക്കാരെ, ഹേ ബിസിനസ്സുകാരെ, ഇന്ന തുജ്ജാറ യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ ഇല്ലാ മൻ ഇത്തഖല്ലാഹ വബറ വസദ്ദഖ. കച്ചവടക്കാരെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പള്ളിയുടെ തിരുമുറ്റത്ത് വെച്ച് ഹിജാസിന്റെ മണ്ണിൽ കച്ചവടക്കാരുടെ കച്ചവടം കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറയുകയാണ്, ഏ തുജാരികളെ, കച്ചവടക്കാരാ, ബിസിനസ്സുകാരാ, നാളെ ആഖിറത്തിൽ കച്ചവടക്കാർ രണ്ട് കോലത്തിലാണ് വരിക. ഇന്ന തുജാര യുബഅസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ. ഒന്നുകിൽ കച്ചവടക്കാരൻ തമ്മാടിയുടെ കോലത്തിലായിരിക്കും വരിക, നരകത്തിന്റെ കത്തിയെരിയുന്ന തീയിലേക്ക് അമരാനുള്ള തയ്യാറെടുപ്പോട് കൂടിയായിരിക്കും വരിക. ആരൊരാള് കച്ചവടത്തിൽ സത്യസന്ധതയും, ആരൊരാള് ധർമ്മവും, ആരൊരാള് ഖുർആനിന്റെയും ഹദീസിന്റെയും നിയമനിർമ്മാണങ്ങള് കച്ചവടങ്ങളിൽ പാലിക്കുന്നില്ലയോ, അവരൊഴിച്ച് നാളെ കച്ചവടക്കാരെല്ലാം റബ്ബിന്റെ കോടതിയിൽ തമ്മാടികളായിട്ടാണ് വരിക. അതുകൊണ്ട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, ശോഭോയാക്കും
വബിസ്സദഖാ ഇന്ന ശൈത്താന യഹ്ദുറു അലൽ ബൈഅ. കച്ചവടത്തിൽ പിശാച് കയറി കുടുങ്ങിപ്പോകും സഹോദരങ്ങളെ. കച്ചവടത്തിൽ ഹറാമ് വരട്ടെ, കബളിപ്പിക്കൽ ഉണ്ടാകട്ടെ, നല്ല സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ച് മോശമായ സാധനങ്ങൾ കൊടുക്കുകയും കച്ചവടത്തിൽ കളവ് പറയുകയും ചെയ്തുകൊണ്ട് കച്ചവടം നടത്താൻ പിശാച് നിങ്ങളെ ഉത്ബോധനം നടത്തും. ഇന്ന ശൈത്താന യഹ്ദുറു അലൽ ബൈഅ ഫശ്റൂബു ബൈഅകും ബിസ്സദഖാ. കടയടയ്ക്കുമ്പോ നിങ്ങളുടെ കച്ചവടത്തിൽ ഉണ്ടാകുന്ന ന്യൂനതകൾക്ക് പരിഹാരമായി നിങ്ങൾ കുറച്ച് സദഖ ചെയ്യണേ. നബിയുനാ റസൂലുള്ളാഹി കച്ചവടത്തിൽ പ്രശ്നം ഉണ്ടാകും, പിശാച് ഇടങ്ങേറുണ്ടാകും പിശാച്. അത് കുറച്ച് അങ്ങനെ ഇങ്ങനെ ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചുകൂട്, ചൈനയുടെ സാധനം ജപ്പാൻ അടിച്ചുകൂട്, ചൈന എടുത്തിട്ട് വന്നത് സൗദി കൊണ്ടുവന്നാണ്, ദുബായിൽ കൊണ്ടുവന്നാണ്, നല്ല സാധനം നല്ലതുണ്ട്. البيعان بالخيار ما لم يتفرقا. രണ്ടുപേര് കച്ചവടം ചെയ്യുമ്പോൾ ആ കച്ചവടത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കണമേ. നിങ്ങൾ ആ കച്ചവടത്തിൽ സത്യസന്ധത പുലർത്തിയാൽ ആ രണ്ട് കൂട്ടർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങൾ ആ കച്ചവടത്തിൽ കളവ് പറയുകയും അതിന്റെ രഹസ്യം മറച്ചു വെക്കുകയും ചെയ്താൽ രണ്ടുപേരുടെ കച്ചവടത്തിന്റെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. ആ കളവ് പറഞ്ഞ പൈസ നമ്മുടെ മക്കൾക്ക് കൊണ്ടുവന്നു കൊടുക്കല്ലേ. ആ കളവ് പറഞ്ഞു കിട്ടിയ പൈസ നമ്മൾ സദഖ ചെയ്യരുതേ. ആ കളവ് പറഞ്ഞു കിട്ടിയ സദഖയുമായി നമ്മൾ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കരുത്. കാരണം എന്തെന്നറിയുമോ, അതെല്ലാം നാളെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, മൻ അകലൽ ഹലാല 40 യൗമാ, 40 ദിവസം ഒരാൾ ഹലാലായ ഭക്ഷണം കഴിച്ചാൽ നവ്വറല്ലാഹു ഖൽബഹു മിൻ നൂരിഹി വഅജ്റാ യനാബിയൽ ഹിക്മതി മിൻ ഖൽബിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുഖത്തെ ഈമാൻ കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ, നൂറ് കൊണ്ട് പ്രകാശിപ്പിക്കുമത്രേ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇൽമും ജ്ഞാനവും അല്ലാഹു പുറത്തേക്ക് അല്ലാഹു വ്യാപിപ്പിക്കുമത്രേ. അതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുകയും ദീനീ ബോധമുള്ളവരായി മാറുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ 40 ദിവസം ഹലാലായ ഭക്ഷണം കഴിച്ചവരെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലഅയ്യജഅല അഹദുകും ഫീ തുറാബാ ഖൈറുൻ മിൻ അയ്യജഅല അഹദുകും ഫീഹി ഹറാമാ. ഹറാമായ ഭക്ഷണം കൊണ്ട് വയറ് നിറയ്ക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് അഭികാമ്യം മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി വയറ് നിറയ്ക്കടോ, മണ്ണ് വാരി തിന്നടോ. അതാണ് നിനക്ക് ശ്രേഷ്ഠം. നിന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാൻ അത് കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവെങ്കിൽ നിങ്ങൾ കച്ചവടത്തിൽ കളവ് കാട്ടിയിട്ട് നിങ്ങൾ കച്ചവടം ചെയ്യരുതേ. നാളെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ അത് കാരണമാകും. ദുആ സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല, ഒരമലും സ്വീകരിക്കൂല. കാരണം എന്താ? കച്ചവടം എന്ന് പറയുന്നത്, സമ്പാദ്യം എന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ തലബ ദുനിയാ, ആരെങ്കിലും ഹലാലായി സമ്പാദിക്കുമ്പോ ആരുടെ മുന്നിലും പോയി യാചിക്കരുതെന്ന ലക്ഷ്യത്തോടെ തന്റെ കുടുംബത്തിന് ചെലവ് നൽകണമെന്ന ലക്ഷ്യത്തോടെ അയൽവക്കക്കാരെ കൂടി പരിഗണിക്കണമെന്ന ഉദ്ദേശത്തോടെ ആരെങ്കിലും കച്ചവടം ചെയ്താൽ യൗമൽ ഖിയാമ വവജ്ഹുഹു മിസ്ലുൽ ഖമരി ലൈലത്തുൽ ബദർ. 14 രാവിലെ ചന്ദ്രനെ പോലെ ഇവന്റെ മുഖം പ്രകാശിച്ച അവസ്ഥയിലായിരിക്കും ഖിയാമത്ത് നാളിൽ ഇവനെ ഹാജരാക്കപ്പെടുക. ഹലാലായ സമ്പാദ്യം എന്തിന്? ഒന്ന് ഇസ്തിഅഫാഫു മിനൽ മസ്അല, തെണ്ടാൻ പാടില്ല, യാചിക്കാൻ പാടില്ല ആരുടെ മുന്നിലും പോയി. അതിൽ നിന്ന് ഒഴിവാകണമെന്ന ലക്ഷ്യത്തോടെ
തന്റെ കുടുംബത്തിനെ സംരക്ഷിക്കണമെന്ന നിയത്തോടെ, കുടുംബത്തെ മാത്രമല്ല അയൽവക്കത്തിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും കച്ചവടം ചെയ്താൽ ഖിയാമത്ത് നാളിൽ 14-ാം രാവിലെ ചന്ദ്രന്റെ മുഖഭാവത്തോടുകൂടി ഇവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇനി ഹലാലായ സമ്പാദ്യം തന്നെ, മൻ തലബ ദുനിയ ഹലാലാ മുഫാഖിറൻ ബിഹാ വമുകാഫിറാ, ആരെങ്കിലും സമ്പാദ്യം അധികരിപ്പിക്കണം എന്ന പ്രൗഢിയോടുകൂടിയാണ് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഅസഹുല്ലാഹു യൗമൽ ഖിയാമ ലഖിയല്ലാഹ യൗമൽ ഖിയാമ വഹുവ അലൈഹി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ ഇവൻ കാണുമ്പോൾ കോപിഷ്ഠനായ അവസ്ഥയിലായിരിക്കും. കളവ് പറഞ്ഞ് കച്ചവടം ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് സാധനം അത് അസലാണെന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുക, കച്ചവടത്തിൽ മായം ചേർക്കുക, ഇതുപോലുള്ള കാര്യങ്ങളിൽ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന സമ്പാദ്യവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് നാളെ വരുമ്പോ റബ്ബ് അവനെ കടാക്ഷിക്കുകയില്ല, അവനെ കാണുകയില്ല, അവനെ നോക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നല്ലത് സമ്പാദിക്കണമേ, നല്ലത് കൊടുക്കണമേ, ഇല്ലാത്തവർ എന്നെ കാണാൻ വരരുത്, അവരുടെ ദുആ സ്വീകരിക്കില്ല, അവരുടെ അന്ത്യം വളരെ മോശമാകുമെന്ന് ഖുർആൻ. ഒരുപാട് വിശദീകരിക്കാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തൽക്കാലം ഓരോന്നും പെട്ടെന്ന് ചർച്ച ചെയ്ത് ഞാൻ പോവുകയാണ്. അതുകൊണ്ട് കച്ചവട ഹലാൽ ഒരുപാട് ഹദീസുകൾ ആയത്തുകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിയമം, കുറച്ച് സമ്പാദിച്ചാലും മതി, അത് സമ്പാദ്യം ഹലാലായിരിക്കണം, ഉള്ളത് മതി, കുറച്ച് മതി, അതിൽ ബർക്കത്ത് കിട്ടിയാൽ മതി. ആ ബർക്കത്താണ് വേണ്ടത്. ആരെങ്കിലൊക്കെ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ബക്കറ്റ് എടുത്തോ, എന്തായാലും കൊണ്ടുപോകും. എന്നല്ല ഈ ഉണ്ട് എന്തായാലും പറയാ, പെട്ടിക്കകത്ത് തിരികെ പൈസ ഇടാൻ എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടായി പോയി. അതുകൊണ്ട് കളക്ഷൻ കുറഞ്ഞു പോയെന്ന് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു ബക്കറ്റ് അയക്കും, ആളുകൾക്ക് ഒന്ന് തിരികെ ഇടാനൊന്നും സമയമില്ല, പെട്ടെന്ന് വേണമെങ്കിൽ എടുത്ത് 500-1000 ഇട്ട് തരും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹാഫിളുകൾ ഓതി ഖത്തമുൽ ഖുർആൻ ചെയ്യുന്ന ആ പുണ്യമായ മജ്‌ലിസാണ്. നമ്മുടെ ഇബാദത്തുകളും അമലുകളും കച്ചവടവും ഒക്കെ സ്വീകരിക്കാൻ എല്ലാവരും നിയത്ത് ചെയ്ത് അൽഹംദുലില്ലാഹ് ഒരു മാന്യമായൊരു തുക അവരെ ഇന്ന് ബക്കറ്റായിട്ട് വരും, അതിനകത്ത് പെട്ടോളി, അതിന് വേണ്ടിയിട്ടാണ്, ആ നിയത്തിലേക്കാണ്. ഇതൊക്കെ ഓരോ സാധുക്കളായ സഹോദരങ്ങൾ ഈ വിഷയങ്ങൾക്കൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ ഖത്തമുൽ ഖുർആന്റെ ദുആയ്ക്ക് വേണ്ടിയിട്ടാണ്. 10 മണിയായി. പോലീസുകാർ വിളിച്ചു പോകും. പക്ഷെ ഒന്നും എത്തിയിട്ടില്ല, ഒന്നും ആയില്ല. ബക്കരെടുത്തോ? അതെ, പച്ചക്കറി ബക്കരെടുത്തോ? ഉണക്ക പച്ചക്കറിയൊക്കെ വിറ്റിടുന്ന ആഹാരത്തിൽ പിടി കിട്ടും, നല്ല ഫ്രഷ് സാധനം കിട്ടും, ആഹാരത്തിൽ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹ് ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലെ നമുക്ക് ഇപ്പോൾ ഈ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് കാര്യമായിട്ടോളി, ആരും ഒഴിവാക്കണ്ട. സമ്പാദ്യം, അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഇനിയിപ്പോൾ തുടങ്ങിയാൽ ഈ പരിസരത്ത് എപ്പോഴൊന്നും നിൽക്കൂല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, എല്ലാവരും ഒന്ന് സൗണ്ട് കേൾപ്പിക്കാത്ത സാധനം കേട്ടോ, നല്ല സൂപ്പർ സാധനം എടുത്തിട്ടോ, മഞ്ഞയോ ചുവപ്പോ. ഖുർആനോ ഖത്തമുൽ ഖുർആൻ ഓതി ദുആ എടുക്കാനാണ് ഖത്തമുൽ ഖുർആൻ. അൽഹംദുലില്ലാഹ് നല്ല കൂലിയാണ്, നല്ല കൂലി കിട്ടുന്ന കാര്യമാണ്. സഹോദരിമാരും നിങ്ങളെല്ലാവരും കാര്യമായിട്ട് അൽഹംദുലില്ലാഹ് നല്ല നിയത്ത് ചെയ്ത് അതിലേക്ക് ബക്കറ്റ് നിറച്ചോടും. അതിന്റെ കളക്ഷൻ ഒന്ന് അറിയണം. എന്നിട്ട് വേണമെങ്കിൽ നാളെയുള്ള ഉസ്താദ്മാരെ ഇങ്ങോട്ട് പറഞ്ഞുവിടാം. കളക്ഷൻ കുറഞ്ഞു പോയാൽ ഇങ്ങോട്ട് പറഞ്ഞുവിടും. അൽഹംദുലില്ലാഹ് ശ്രദ്ധിച്ചോളി, കുറച്ചുകൂടെ പറയാല്ലേ. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കാര്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നല്ലത് പറയുവാനും കേൾക്കുവാനും ആ വഴികളെ സ്വീകരിക്കുവാനും അല്ലാഹു തൗഫീഖ്. ഞാൻ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടില്ല, അതാണ് വിഷയം. പരിശുദ്ധ ഖുർആനെ സ്വീകരിക്കുന്നവർ 3 രീതിയിലാണ്. ഖുർആനെ സ്വീകരിക്കുന്നവർ 3 രീതിയിൽ 3 കോലത്തിലാണ്. ثم أورثنا الكتاب الذي اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പരിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളെയും ഉള്ളടക്കങ്ങളെയും
റസൂലിന്റെ മേൽ അവതരിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് ആ ഖുർആൻ സമർപ്പിക്കുകയാണ്. ഈ ഖുർആനിന്റെ സാരഥികൾ ആരാണ്? ഈ ഖുർആൻ സ്വീകരിക്കേണ്ടവർ ആരാണ്? ഈ ഖുർആനിന്റെ അംഗീകരിക്കേണ്ടവർ ആരാണ്? നമ്മുടെ അടിമകളിൽ നിന്ന് കുറച്ചാളുകളെ ഈ ഖുർആനിന്റെ ഉത്തരവാദിത്വവുമായി നാം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഖുർആൻ, ഈ ഖുർആൻ സ്വീകരിക്കുന്നത് ആരാണ്? പരിശുദ്ധ ഖുർആൻ പറയാൻ നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കും. കൂടുതൽ ദീർഘിപ്പിക്കാൻ സമയമില്ല. നമുക്ക് ഇവിടെ സമയത്തിന് ചില പരിധികളൊക്കെ ഉണ്ടല്ലോ. ഓരോ ഏരിയകൾ കാസർഗോഡ് ഞങ്ങളുടെയൊക്കെ നാട്ടിലാണ് 1 മണി വരെ സംസാരിച്ചാൽ ഒരു പ്രശ്നമില്ല. പാതിരാത്രി ഇവിടെ അതൊക്കെ പറയുമ്പോൾ ചില സമയങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ പാലിക്കണം. പാലിച്ചുകൊണ്ടുള്ള പരിപാടി. അധിക പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും ആർക്കുമില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചു നേരം കൂടി എന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ഒരു അർത്ഥം കൂടെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ടല്ലോ. നമ്മുടെ സമ്പാദ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ എഴുന്നേറ്റ് പോയപ്പോൾ ഇതിപ്പോൾ ഇനി കേട്ട നാളെ പോലെ കച്ചവടം ചെയ്യാൻ പറ്റില്ല എന്ന വിഷയമായിരിക്കും. എന്തായാലും മരിക്കും ഉറപ്പാണ്. പക്ഷെ മരിക്കുന്ന സമയം നല്ല റാഹത്തായിട്ട് മരിക്കണം. അതിനുവേണ്ടി തയ്യാറാണ്. മരിക്കും എന്തായാലും ഉറപ്പാണ്. അതിനി എത്ര വിളിച്ചിട്ടും കാര്യമില്ല. മരണം എത്തുമ്പോ ഖബറിലേക്ക് പോകണമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിൽ ഇന്ന് വരെ ചെയ്തത് പോട്ടെ, ഇന്നലെ വരെ ചെയ്തത് പോട്ടെ. ഖുർആൻ പറയുന്ന സന്ദേശം ഇങ്ങനെയൊക്കെ ഉണ്ടോ അറിയില്ല. അല്ലാഹുവേ നീ മാപ്പാക്കണേ. തൗബ ചെയ്യുന്ന അവസരമല്ലേ? തൗബ ചെയ്യാനുള്ള അവസരമാണല്ലോ ഇത്. അതുകൊണ്ട് നമ്മൾ ആ തൗബ ചെയ്യാനുള്ള അവസരം നമ്മളത് മുതലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമിക്കുക. അതല്ലാതെ കണ്ട് നമ്മൾ ആരെയും വെറുപ്പിക്കാൻ പറയല്ല. കച്ചവടത്തിൽ എല്ലാവർക്കും ന്യൂനതകൾ കാണുന്നു. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. നിബിധങ്ങൾ പറഞ്ഞ വാക്കുകളും ഹദീസുകളുമാണ് ഞാൻ പറയുന്നത്. ഇനിയും നമ്മൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നിട്ട് ഹറാമുകൾ സമ്പാദിച്ചാലോ? ഉപ്പ മരണപ്പെട്ടു പോയി. നിബിധങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടി കേൾക്കുമ്പോൾ മനസ്സിലാകും, ഹറാമായ സമ്പാദ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ അനന്തര സ്വത്തുക്കളെ അധികരിപ്പിച്ചാൽ ആ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് നരകത്തിലേക്കാണ് പോകുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് കൂടി ഒന്ന് കേൾക്കണേ. ഇന്നല്ലാഹ ഖസമ ബൈനകും അഖ്ലാഖകും കമാ ഖസമ ബൈനകും അർസാഖകും. നിങ്ങളുടെ സ്വഭാവം നിശ്ചയിച്ചതുപോലെ തന്നെ അല്ലാഹു നിങ്ങളുടെ റിസ്ക്കും നിശ്ചയിച്ചിരിക്കുകയാണ്. ഒരാൾക്ക് അത്ര റിസ്ക് ദുനിയാവിൽ കിട്ടും, അത് അള്ളാഹ് നിശ്ചയിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ സ്വഭാവം അള്ളാഹു തീരുമാനിച്ച് നിശ്ചയിച്ചതുപോലെ നിങ്ങളുടെ റിസ്ക്കും അള്ളാഹ് നിശ്ചയിച്ചു കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ഈ ദുനിയാവിന്റെ പ്രൗഢിയും പ്രതാപവും സമ്പത്തും അധികാരവും അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും നൽകും, ഇഷ്ടപ്പെടാത്തവർക്കും നൽകും. മുൻഗാമികളുടെ ചരിത്ര പശ്ചാത്തലങ്ങൾ പരിശോധിച്ചാൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത എത്ര അധികാരികളാണ് ലോകം അടക്കി വാണിരുന്നത്. ഫറോവ പോലും അവന്റെ സമുച്ചയത്തിൽ, കെട്ടിടത്തിന്റെ സമുച്ചയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞില്ലേ, അന റബ്ബുകുമുൽ അഅ്ലാ, ഉന്നതനായ റബ്ബ് രക്ഷിതാവ് ഞാനല്ലയോ, എന്റെ കാലിന്റെ കീഴിലൂടെയല്ലയോ നൈൽ നദി ഒഴുകുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരാ, ആ ഫറോവ പോലും തകിടം മറിഞ്ഞ ചരിത്രമാണ് ദുനിയാവിൽ നാം കണ്ടതെങ്കിൽ എത്രയോ 1000 വർഷം പഴക്കമുള്ള ആ മൃതശരീരം പോലും ഇന്ന് നാം ഈജിപ്തിൽ പോയാൽ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയുമെങ്കിൽ പടച്ച തമ്പുരാൻ ലോകത്തിൽ അഹങ്കരിച്ച ഓരോ പ്രൗഢിയും ഓരോ അഹങ്കാരികളുടെയും ചരിത്ര പശ്ചാത്തലം ഖുർആനിൽ നമുക്കൊരു പാഠമാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടത് മനസ്സിലാക്കിക്കോ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ യുഅതി ദുനിയാ മൻ യുഹിബ്ബു വമൻ ലാ യുഹിബ്ബു. ദുനിയാവ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മറിച്ചു വലാകിൻ, പക്ഷേ യുഹിബ്ബു വലാകിൻ ഇന്നല്ലാഹ വലാകിൻ യുഅതി ദീന മൻ യുഹിബ്ബു. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ ദീൻ നൽകുകയില്ല. ഒരു പ്രവാചകന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. ഒരു വലിയന്റെ കുടുംബക്കാരനായതുകൊണ്ട് അല്ലാഹു ദീൻ നൽകണമെന്നില്ല. പരിശുദ്ധ പ്രവാചകനായിരുന്ന ലൂത്ത് നബിയുടെ ഭാര്യ പിഴച്ചുപോയി, നൂഹ് നബിയുടെ ഭാര്യ പിഴച്ചുപോയി. പരിശുദ്ധ പ്രവാചകന്റെ കുടുംബക്കാരിൽ എത്രയോ പേർക്ക് ഹിദായത്ത് കിട്ടാതെ പോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിൽ പോലും പോയി പറഞ്ഞിട്ട് ഷഹാദത്ത് ചൊല്ലാൻ താല്പര്യം കാണിക്കാത്ത കൊച്ചാപ്പമോത്താപ്പമാരുടെ ചരിത്ര പശ്ചാത്തലം നാം മനസ്സിലാക്കിയെങ്കിൽ മഹദിയായ ആസിയ റളിയല്ലാഹു തആല
അങ്ങക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമെങ്കിൽ അവിടുത്തെ ഭർത്താവ് പോലും പിഴച്ചു പോയെങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ യുഅതി ദീന മൻ യുഹിബ്ബു, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് ദീൻ നൽകുകയുള്ളൂ. വമൻ അതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അവരോട് അല്ലാഹു നൽകുന്ന ഉപദേശമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വമൻ അതാഹു അല്ലാഹു അദ്ദീന, ആരൊരാൾക്ക് അല്ലാഹു ദീൻ നൽകിയോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് നൽകുന്ന ഉപദേശമാ ഒന്ന്, വലാ യക്സിബു അബ്ദുൻ മാലൻ ഹറാമാ ഫയുൻഫിഖ മിൻഹു ഫയുബാറക ലഹു ഫീഹി, ഹറാമായ സ്വത്തുകൾ കോടികൾ സമ്പാദിച്ച് കൂട്ടിയിട്ട് ഫയുൻഫിഖ മിൻഹു, അതിൽ നിന്ന് നീ ചെലവ് ചെയ്യുകയും ഫയുബാറക ലഹു ഫീഹി, അതിൽ ബർക്കത്ത് കിട്ടണേ എന്ന് നീ പ്രതീക്ഷിച്ചാൽ അത് ബർക്കത്ത് കിട്ടുകയില്ല, അതിൽ ബർക്കത്ത് കിട്ടുകയില്ല. ولا يتصدق منه صدقة فيتقبل منه, ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് നീ സദഖ ചെയ്തിട്ട് ഇത് സ്വീകരിക്കണമേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. വലാ യത്റുഖുഹു ഖൽഫ ളഹിരിഹി ഇല്ലാ കാന സാദുഹു ഇലന്നാർ, മാതാപിതാക്കൾ സമ്പാദിച്ച സമ്പാദ്യം ഹറാമായി പോയെങ്കിൽ അതിന്റെ അനന്തര സ്വത്തുകൾ ഉപയോഗിക്കുന്ന മക്കളെ, അവർ ഉപയോഗിക്കുന്ന സ്വത്തുകൾ ഹറാമാണെങ്കിൽ ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ സമ്പത്തും ആ സ്വത്തും അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാ. ഹറാമായ സമ്പാദ്യത്തിലൂടെ പണം സ്വരൂപിച്ച പിതാവ് മരിച്ചുപോയാൽ അത് സുഖിക്കുന്ന മക്കൾ ദുആ ചെയ്യുന്നു, പടച്ചവനെ എന്റെ ഉപ്പാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, എന്റെ ഉമ്മാന്റെ ഖബർ വിശാലപ്പെടുത്തണേ, അല്ലാഹുവേ അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കണമേ എന്ന് മക്കൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി പറയുകയാ, മത്അമുഹു ഹറാം മൽബസുഹു ഹറാം മശ്റബുഹു ഹറാം, നിന്റെ വയറ്റിൽ കിടക്കുന്നത് ഹറാമാണ്, നിന്റെ ഉപ്പ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ ഉമ്മ സമ്പാദിച്ചത് ഹറാമാണ്, നിന്റെ വയറ്റിൽ കുടിച്ച വെള്ളം നീ ഹറാമാണ്, നിന്റെ ശരീരത്തിൽ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമാ. ഫഅന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് അവന്റെ ദുആയിക്ക് ഞാൻ ഉത്തരം നൽകുക? ഇല്ലാ കാന സാദുഹു ഇലന്നാർ, ആ ദുആ ഇവനെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹു തിന്മയെ തിന്മ കൊണ്ട് മായ്ച്ചു കളയുകയില്ല, അല്ലാഹു തിന്മയെ നന്മ കൊണ്ട് മായ്ച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അല്ലാഹുവിന്റെ അടിയാറുകളെ, അല്ലാഹുവിന്റെ ദാസന്മാരെ, കേവലം ഭൗതിക ക്ഷണികമായ നശ്വര ജീവിതത്തിന് വേണ്ടി ഹറാമ സമ്പാദിക്കല്ലേ. അല്ലാഹു ഖുർആനിൽ പറയുകയാണ്, ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه, ഈ പരിശുദ്ധ ഖുർആൻ ഞാൻ അവരുടെ അനന്തര സ്വത്തായി നൽകിയിട്ട് ആ ഖുർആനിനോട് അതിക്രമം പ്രവർത്തിച്ചവരും ഈ സമുദായത്തിലുണ്ടത്രേ. فمنهم ظالم لنفسه, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരുണ്ട്. ومنهم مقتصد, മധ്യ നിലപാടെടുത്തവരുമുണ്ട്. ومنهم سابق بالخيرات بإذن الله, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങൾ കൊണ്ട് മുന്നേറിയവരുമുണ്ടത്രേ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഫഅമ്മല്ലദീന സബഖൂ, ആരാണ് ഖുർആൻ കൊണ്ട് മുന്നേറിയോ ഫൗലൈക യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ വിചാരണ കൂടാതെ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, വഅമ്മല്ലദീന ഖതസദൂ, ഈ ഖുർആനിനോട് മധ്യ നിലവാരം പുലർത്തിയവർ, ഖുർആനിനോട് മധ്യവർത്തികളായവർ, ഫൗലൈക അല്ലദീന യുഹാസബൂന ഹിസാബൻ യസീറാ,
ലഘുവായ തോതിലായിരിക്കും അവരെ വിചാരണ ചെയ്യപ്പെടുക. ലഘുവായ വിചാരണയായിരിക്കും അവർക്ക്. ബഹുമാനപ്പെട്ട നബി തങ്ങൾ ആയിഷ ബീവിയോട് പറയുകയാണ്, ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമത്തി ഇല്ലാ കാന മുഅദ്ദബാ. മഹദിയായ ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആയിഷ, ആരെയെങ്കിലും നാളെ ആഖിറത്തിൽ ഹിസാബിന് വേണ്ടി നിർത്തപ്പെട്ടാൽ, വിചാരണ ചെയ്യാൻ നിർത്തപ്പെട്ടാൽ, യാ ആയിഷ, അവൻ നശിച്ചത് തന്നെ, അവൻ തുലഞ്ഞത് തന്നെ ആയിഷ എന്ന് അല്ലാഹുവിന്റെ റസൂൽ മഹദിയായ ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കുകയാണ്, അലൈസല്ലാഹു യഖൂൽ ഫഅമ്മാ മൻ ഉതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. നബിയേ, വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരുടെ വിചാരണ അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് നാളെ ആഖിറത്തിൽ അവരെ പിടിച്ചു നിർത്തപ്പെടുക എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ആയിഷ, ഇന്നമൽ ഹിസാബുൽ യസീർ. ഹിസാബുൽ യസീർ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അയ്യല്ലാഹു ഫീ കിതാബിഹി സുമ്മ യതജാവസു അൻഹു. ഈ മനുഷ്യൻ ചെയ്ത തെറ്റുകുറ്റങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങൾ അല്ലാഹു വെറുതെ ഒന്ന് നോക്കും ആയിഷ, അത് പരിധി നോക്കില്ല ആയിഷ. ആരാളെ അല്ലാഹു ഗൗരവത്തോടുകൂടി ചികഞ്ഞന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ശിക്ഷിക്കപ്പെടും ആയിഷ, രക്ഷപ്പെടുകയില്ല ആയിഷ. പിന്നീട് രഹസ്യ വിചാരണ എന്ന് പറഞ്ഞാൽ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ, അവന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹു വെറുതെ ഒന്ന് നോക്കുകയും അവന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവെങ്കിൽ, ഖുർആൻ മധ്യവർത്തികൾ, ഖുർആനിന്റെ നിയമങ്ങളെ മധ്യ നിലപാടോടുകൂടി സ്വീകരിച്ചവർ, അവരെ ലഘുവായ തോതിലായിരിക്കും നാളെ ആഖിറത്തിൽ വിചാരണ ചെയ്യപ്പെടുക. പരിശുദ്ധ ഖുർആനിനെ സ്വീകരിക്കാതെ, അതിന്റെ ഉള്ളടക്കങ്ങളെ അംഗീകരിക്കാതെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ച ദാസന്മാരെ, ദാസികളെ, അവരെ പിടിച്ചു നിർത്തപ്പെടുമത്രേ. അവർക്ക് രക്ഷയില്ല, അവർക്ക് രക്ഷയില്ല, അവരെ പിടിച്ചു നിർത്തപ്പെടുകയാണ്. ആകാശത്തിലേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കും. അവരുടെ തലയ്ക്ക് മീതെ ഗർജിച്ചു തീ തുപ്പുന്ന സൂര്യനാണ് നിലകൊള്ളുന്നത്. ആകാശത്തേക്ക് അവർ കണ്ണും നട്ടിരിക്കും. അവർ വിളിച്ചു പറയും അത്രേ, ഞങ്ങളുടെ വിചാരണയൊന്ന് വേഗത്തിലാക്കണമേ, ഞങ്ങളുടെ വിചാരണയൊന്ന് എളുപ്പമാക്കണമേ, ഞങ്ങളെ ഒന്ന് വേഗത്തിൽ രക്ഷപ്പെടുത്തണമേ എന്ന് ആകാശത്തേക്ക് സൂര്യനിലേക്ക് നോക്കിക്കൊണ്ട് വർഷങ്ങളോളം പ്രതീക്ഷിക്കേണ്ടി വരും സഹോദര. അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പോ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ പടച്ചതമ്പുരാൻ, മാതാവിനേക്കാൾ സ്നേഹമുള്ള പടച്ചതമ്പുരാൻ, 70 മാതാക്കളെക്കാൾ തന്റെ ദാസന്മാരോട് കരുണയുള്ള പടച്ചതമ്പുരാൻ, റബ്ബിന്റെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞ സാധുക്കളുടെ മേലേക്ക് കാരുണ്യം ചൊരിയുമത്രേ, കാരുണ്യം ചൊരിയുമത്രേ. സുമ്മ തലഫാഹുമുല്ലാഹു ബിറഹ്മതിഹി. അവന്റെ കാരുണ്യം കൊണ്ട് അവരെ പൊതിയുമ്പോ അല്ലാഹുവിന്റെ അവസാനത്തെ ഓർഡറാ, സ്വർഗത്തിലേക്ക് പോയിക്കോ, സ്വർഗത്തിലേക്ക് പോയിക്കോ. പരിശുദ്ധ ഖുർആനിന്റെ ഭാഗങ്ങളെ ഉൾക്കൊണ്ടിട്ട് അവിടെയും ഇവിടെയും കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു പോയവനല്ലേ നീ, നിന്റെ മേൽ ഞാൻ ഇതാ കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാ. അവർ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ അവർ വിളിച്ചു പറയും അത്രേ, അൽഹംദുലില്ലാഹില്ലദീ أذهب عنا الحزن الذي أحلنا دار المقامة من فضل لا يمسنا فيها نصب ولا يمسنا فيها لغوب. അല്ലാഹുവേ, നീ എത്ര കാരുണ്യവാനാണ് പടച്ചവനെ, നീ എത്ര കരുണക്കടലാണ് പടച്ചവനെ.
നിന്റെ ദാസന്മാരായ ഞങ്ങൾ നിന്നോട് പൊട്ടിക്കരഞ്ഞപ്പോ ഞങ്ങളെ നീ ആ കണ്ണീരിന്റെ ഓരോ കാരണങ്ങൾ സ്വീകരിച്ച് റബ്ബേ നീ ഈ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചവനല്ലയോ? നിനക്കാണ് അഖിലസ്തുതി, നിനക്കാണ് നിഖിലസ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്. വർഷങ്ങളോളം ഈ സൂര്യന്റെ ചൂടിൽ ഞങ്ങൾ മുങ്ങിത്താഴുപോയ ഞങ്ങളെ അല്ലദീ അഹല്ലനാ ദാറുൽ മുഖാമത്തി മിൻ ഫളി, നിന്റെ ഔദാര്യത്തോടെ ഈ സ്വർഗത്തിലേക്ക് താമസിപ്പിച്ചവൻ നീയാണല്ലോ പടച്ചവനെ. ലാ യമസ്സുനാ ഫീഹാ നസബത വലാ യമസ്സുനാ ഫീഹാ ലുഹൂബ്. ഇവിടെ ഒരു പ്രയാസവുമില്ല, ഇവിടെ ഒരു ക്ഷീണവുമില്ല, ഇവിടെ ഒരു ദുഃഖവുമില്ല. അല്ലാഹ് നാളെ വിശ്വാസികൾ പറയും അല്ലാഹ് കൂട്ടത്തിലെങ്കിലും നമ്മളെ പെടുത്തട്ടെ, നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്നവരാണ്. ഒരു വാക്കുകൂടെ അതോടെ കണ്ടിട്ട് പോയിക്കോളി. ഖുർആൻ പറയുന്ന പ്രമേയം എന്താ? വലാ തസുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാഹ് വലാ തസുബ്ബുൽ ലദീന യദഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹു അല്ലാത്ത ദൈവത്തെ ആരാധിക്കുന്ന സഹോദരങ്ങളുടെ ദേവതകളെയോ അവരുടെ അമ്പലങ്ങളെയോ അവരുടെ ചർച്ചുകളെയോ അവരുടെ ബുദ്ധവിഹാരങ്ങളെയോ അവരുടെ ഗുരുദ്വാരകളെയോ തെറി പറയല്ലേ, തെറി പറയല്ലേ, ആക്ഷേപിക്കല്ലേ. അങ്ങനെ ആക്ഷേപിച്ചാൽ അവർ നിങ്ങളുടെ റബ്ബിനെ ആക്ഷേപിക്കുന്നത്രേ. അതുകൊണ്ട് യുവാക്കളെ, സഹോദര, പരിശുദ്ധ ഖുർആനിന്റെ വിളിയാളമാ. അന്യ സമുദായത്തിൽപ്പെട്ടവരെ വേദനിപ്പിക്കരുത്, ആക്ഷേപിക്കരുത്. ഖുർആൻ എത്ര മഹത്തായ ഗ്രന്ഥം, എത്ര മഹത്തായ ഗ്രന്ഥം. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധ ഇസ്ലാം ആരെയെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും മതപരിവർത്തനം നടത്തുന്നുണ്ടോ? ഇവിടെ ലവ് ജിഹാദ് എന്ന പേരിൽ പരിശുദ്ധ ഇസ്ലാമിനെ വേദനിപ്പിക്കുന്നവർക്ക് ചുട്ട മറുപടി നിബിധങ്ങൾ തന്നെ നൽകിയിട്ടുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വരാൻ ഒരു പെണ്ണ് തന്റെ കാമുകനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ ഹിജ്റ ചെയ്ത് പലായനം ചെയ്ത് മദീനയിലേക്ക് വന്നാൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. ഒളിച്ചോടൽ സമ്പ്രദായം അന്നേ ഉണ്ട്, മനസ്സിലാക്കിക്കോ. അപ്പൊ പ്രണയിച്ചിട്ട് അവസാനം പറഞ്ഞു, എന്താ നിങ്ങൾ എന്റെ കൂടെ മക്കയിൽ വരാമെങ്കിൽ നമുക്ക് എന്റെ കൂടെ അവിടെ പോയിട്ട് കല്യാണം കഴിച്ച് കഴിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. ലൗ ജിഹാദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ഇംറഅത്തിൻ യൻകിഹുഹാ. ആരെങ്കിലും പെണ്ണിനെ മോഹിച്ചാണ് പലായനം ചെയ്യുന്നതെങ്കിൽ, ഹിജ്റ ചെയ്യുന്നതെങ്കിൽ അള്ളാന്റെ തൃപ്തി അവർക്കില്ല, റസൂലുള്ളാന്റെ തൃപ്തി അവർക്കില്ല. അവളെ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയിക്കോട്ടെ. അള്ളാഹു റസൂലും അതനുവദിക്കുന്ന കാര്യമേ അല്ല. അന്നേ അള്ളാഹു തആല ഒളിച്ചോട്ടത്തെ നിബിധങ്ങൾ നിരോധിച്ചു. ഒളിച്ചോട്ടം, പെണ്ണുങ്ങളുമായിട്ട് ആണുങ്ങളായിട്ടുള്ള ഒളിച്ചോടം നിബിധങ്ങൾ അന്നേ നിരോധിച്ചു. അങ്ങനെ പോകുന്നവർ അത് അള്ളാഹ് റസൂൽ ഇതാക്കി പറ്റില്ല. അതിനെ ഇസ്ലാമിലോട്ട് നിങ്ങൾ കൂട്ടിക്കൊഴിക്കല്ലേ. പിന്നെ ഇസ്ലാം, പരിശുദ്ധ ഇസ്ലാം ആരെങ്കിലും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുന്നുണ്ട്? ഏയ്, ഖുർആൻ തന്നെ പറയുന്നല്ലോ വ്യക്തമായിട്ട്, ലാ ഇക്റാഹ ഫിദ്ദീൻ ലനാ അഅമാലുനാ വലകും അഅമാലുകും സലാമുൻ അലൈക്കും ലാ ഈ പറഞ്ഞ ആയത്തുകളിലെല്ലാം അള്ളാഹ് പറഞ്ഞ എന്താ? നമുക്ക് നമ്മുടെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. നമുക്കിവിടെ മതത്തിന്റെ പേരിൽ പരസ്പരം അടിക്കാനോ സംഘർഷം ഉണ്ടാക്കാനോ വേണ്ട. നബിയെ, ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതത്തിലേക്ക് കൊണ്ടുവരല്ലേ നബിയെ. അള്ളാഹുവിന്റെ റസൂലാണ്, പരിശുദ്ധ ഇസ്ലാമാണ് ആദ്യമായി മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ഇസ്ലാമ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ആരെയും നിർബന്ധിപ്പിക്കരുതേ, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുതേ. പരിശുദ്ധ ഖുർആൻ ഇസ്ലാം പഠിപ്പിക്കുന്ന ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അന്യമതക്കാരെ വേദനിപ്പിക്കരുത്, അവരെ തെറി പറയരുത്, ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരരുത്. ഇസ്ലാം പഠിപ്പിക്കാൻ
അല്ലാഹുവിന്റെ സത്യസന്ധമായ വിധികളെ വിളിച്ചു പറയുക. ഇഷ്ടമുള്ളവ സ്വീകരിക്കട്ടെ, ഇഷ്ടമില്ലാത്തവ പോട്ടെ. അവന്റെ പാട്ടിന് പിന്തിരിഞ്ഞു പോകുന്നവന്റെ സംരക്ഷകനായി നബിയെ അങ്ങേ ഞാൻ നിയോഗിച്ചിട്ടില്ല. അങ്ങ് എത്ര കൊതിച്ചാലും എല്ലാവരെയും വിശ്വാസികളാക്കാൻ പറ്റൂല. അർത്ഥം എന്താ? ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താ? ഇവിടെ ആരും ആരെയും നിർബന്ധിച്ച് വധവരുത്താൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. എന്റെ ഹൈന്ദവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം, എന്റെ ക്രൈസ്തവ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഇസ്ലാം ലോകത്ത് നൽകുന്ന സമ്മാനമാണ് സമാധാനം, സന്തോഷം. സമാധാനം, സന്തോഷം ലോകത്ത് നൽകുന്നു. ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ ആരാധനാലയങ്ങളിൽ നിന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? ഹയ്യനാ റബ്ബനാ ബിസ്സലാം. ലോക സമാധാനം നൽകണമേ. ഒരു മുസ്ലിം അടുത്ത മുസ്ലിമിനെ കണ്ടാൽ കൈമാറുന്ന മെസ്സേജ് എന്താണ്? അസ്സലാമു അലൈക്കും. അത് ആ മുസ്ലിമിനെ കൊല്ലണമെന്നല്ല അതിന്റെ അർത്ഥം, അവനെ വെട്ടണമെന്നല്ല അതിന്റെ അർത്ഥം. സമാധാനം ഉണ്ടാകട്ടെ, ശാന്തി ഉണ്ടാകട്ടെ. മറുപടി വഅലൈക്കും അസ്സലാം, തദൈവ, നിനക്കും അതുണ്ടാകട്ടെ. ഓരോ മുസൽമാന്റെ നമസ്കാരത്തിൽ ലോക സമാധാനത്തിന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മതം ഇസ്ലാമാണ്. ഇവിടെ വൈരുദ്ധ്യമില്ല, ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഹൈന്ദവ പുരാണങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെ ചിലപ്പോൾ വൈരുദ്ധ്യം കാണും. ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, സാധുക്കളായ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുമുണ്ട്. ദൈവാധീനം ജഗത്സർവം മന്ത്രാധീനം തു ദൈവതം തന്മന്ത്രം ദ്രാവണോ ദീദോ ബ്രാഹ്മണോ മദൈവതം. സകലവിധ അനുഗ്രഹങ്ങളും ബ്രാഹ്മണ മതക്കാർക്ക് ഉണ്ടാകട്ടെ. അപ്പൊ ബാക്കിയുള്ള പാവപ്പെട്ട ഹിന്ദു സഹോദരങ്ങൾ എന്താ ചെയ്യുക? ബ്രാഹ്മണർക്ക് മാത്രമല്ല അനുഗ്രഹം ഉണ്ടാകേണ്ടത്, സകല മനുഷ്യർക്കും ഉണ്ടാകണം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം രായേണ മാർഗേണ മഹീമഹീംഷാ ഗോ ബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യാ ലോകാ സമസ്താ സുഖിനോ ഭവന്തോ. സമസ്ത ലോകങ്ങളും സൗഖ്യത്തിൽ ഭവിക്കട്ടെ എന്ന് മറ്റൊരു പ്രമാണം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവിടെ ഹൈന്ദവ പുരാണങ്ങൾ, ഹൈന്ദവ ആദർശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സമാധാനമാണ്. സമാധാനാദർശമാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതത്തിന്റെയും ഉള്ളടക്കങ്ങൾ സമാധാനമാണ്. ഈ ഓം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓം ജയ് ജഗദീശ് ഹരേ, ജയ് ജഗദീശ് ഹരേ, ഭക്തജനോं के संकट दास जनों के संकट क्षण में दूर करे. ओम जय जगदीश हरे, मातृपिता तुम मेरे शरण पड़ोगे किसी, स्वामी शरण पड़ोगे किसी, दाता है तुम मेरे, दाता है तुम मेरे, कृपा करो स्वामी. ओम जय जगदीश हरे. എന്താ അതിന്റെ അർത്ഥം? കൃപാകരോ, ഞങ്ങൾക്ക് ശാന്തിത, സമാധാനം. എന്താ ഓം 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 എന്ന് വിളിച്ചു പറയുന്നു? എന്താ ഈ ഓമിന്റെ അർത്ഥം? ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഈ ഓം. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. പ്രവണോപനിഷത്ത് പരിശോധിച്ചാൽ ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന 13 സൂക്തങ്ങൾ അതിനകത്തുണ്ട്, 13 മന്ത്രങ്ങൾ. അതിൽ കാണാം ഓം എന്ന് പറഞ്ഞാൽ 3 അക്ഷരങ്ങളുടെ സമന്വയമാണ്. ആ ഉ മ, ആ ഉ മ, ഈ 3 അക്ഷരങ്ങൾ അടങ്ങിയതാണ് ഓം. ഔം എന്നാണ് ഉച്ചരിക്കുക. ഔം. യഥാർത്ഥ പൂജാരിമാർ അത് ഉച്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. ഓം നമോ നാരായണായ നമഃ, ഓം നമോ നാരായണായ നമഃ, ഓം തേജോസി തേജോമയി ദേഹി, ഓം ബലോസി ബലോമയി ദേഹി, ഓം ഊർജോസി ഊർജോമയി ദേഹി, ഓം വീര്യോസി വീര്യോമയി ദേഹി. ഓംകാര ശബ്ദമേ, ഓംകാര ശബ്ദമേ, അനിത്യമാകുന്ന അന്ധതയിൽ നിന്നും നിത്യതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. അജ്ഞാനമാകുന്ന അന്തരീക്ഷത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കണമേ. മരണത്തിൽ നിന്ന് അമരത്വത്തിലേക്ക് നയിക്കണമേ. ഓംകാര ശബ്ദത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഓം? ഈ ഓം എന്ന ഈ ഒരു അടയാളം ഈ ഓമിനകത്ത് അടങ്ങിയിരിക്കുന്ന 3 അക്ഷരങ്ങളാണ്. ഹൈന്ദവ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു.
ആ ഊമ, ആ അനാദി, അനാദി അനാദി, അജയ്യൻ, അതിപരാശക്തി, ആദ്യൻ, അന്ത്യൻ, അതാരാണ്? അല്ലാഹ്. അബൂബക്കർ നൽകുന്ന മറുപടിയല്ല. പ്രവണോപനിഷത്ത് എടുത്ത് പരിശോധിച്ചാൽ കാണാം 13 ശ്ലോകങ്ങളുള്ള ഈ ഓംകാര ശബ്ദത്തെ കുറിച്ച് മാത്രം പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്, ഗ്രന്ഥമാണ്. അപ്പൊ അനാദിയായ ദൈവം, ഉദ്ധരിക്കുന്നവൻ അവനാണ്, മരിപ്പിക്കുന്നവനും അവൻ തന്നെയാണ്. അതാണ് ആ ഓമ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ ഉള്ളടക്കം തന്നെ. അപ്പൊ ഈ ഒരു ഓമിന്റെ പേരിൽ നമ്മൾ പരസ്പരം അടിക്കുകയോ, ഒരു ചന്ദ്രക്കലയുടെ പേരിൽ പരസ്പരം അടിക്കുകയോ, ഒരു നമസ്കാര തഴമ്പിന്റെ പേരിലോ, തൊപ്പിയുടെ താടിയുടെയോ, അതല്ലെങ്കിൽ ചന്ദനക്കുറിയുടെ പേരിലോ നമ്മൾ തമ്മിലടിക്കുകയോ ചെയ്യാൻ പാടില്ല. ഹൈന്ദവ പുരാണത്തെ വിശ്വസിച്ച് ജീവിക്കുക ഹൈന്ദവ സുഹൃത്തുക്കൾ. യജുർവേദം പഠിപ്പിക്കുന്നു, സകലമാന വിപത്തുകളിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ ആരെയും നിങ്ങൾ ദ്രോഹിക്കാൻ പാടില്ല. ഋഗ്വേദം പഠിപ്പിക്കുന്നു, വ്യാസ മഹർഷിയുടെ വാക്കുകൾ പഠിപ്പിക്കുന്നു, നഹീം വൃഷം സംവനനം ദൃഷ്ടലോകേഷ്ട വിദ്യതേ ദയാ മൈത്രീ ച ഭ്രദേഷ്ഠ ദാനം ച മധുരാ ച വാക്. നല്ല നല്ല വാക്കുകൾ ഉച്ചരിക്കും, നല്ല വർത്തമാനം പറയുവിൻ, ദയയോടുകൂടി കഴിഞ്ഞുകൂടി, സഹായങ്ങൾ ചെയ്യുവിൻ, ധർമ്മങ്ങൾ ധർമ്മനിരതരാകുവിൻ. ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഈശ്വര ആരാധന. ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുകയാണ്. സമാനീവ ആഹുതി സമാന ഹൃദയാനിവ സമാനമസ്തോ മനോ യഥാവസ്തു സഹാസിദി. എങ്ങനെ ആയാലാണോ ജനങ്ങളിൽ ഐകമത്യം സംഭവിക്കുക, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുക ഹൈന്ദവ പുരാണങ്ങൾ പഠിപ്പിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അപ്പോൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ധർമ്മമാണ്. നമ്മളുടെ ധർമ്മം ചെയ്യുന്നവരായി മാറുക. തമ്മിലടിക്കാനോ കൊലയും കൊള്ളിവെപ്പ് നടത്താനോ ആരുടെയെങ്കിലും പ്രേരണയുടെ പേരിൽ അതിന് കൂട്ടുനിൽക്കാനോ നമ്മൾ ചെയ്യരുത്. ചിലപ്പോൾ ഒരു വീടിന്റെ അത്താണിയായിരിക്കും മരണപ്പെട്ടു പോകുന്നത്, കൊലക്കിരയാകുന്നത്. ഒരു പാവപ്പെട്ട സഹോദരൻ, മനുഷ്യത്വത്തോട് നമ്മൾ കരുണ കാണിക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. പച്ച മാവിലേക്ക് എറിഞ്ഞ, പച്ച വൃക്ഷത്തിലേക്ക് എറിഞ്ഞ കൈകൾ അത് പാകമാകുന്നതിന് മുമ്പ് ആ വൃക്ഷത്തെ വേദനിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് താക്കീത് നൽകിയെങ്കിൽ, പ്രാവിൻ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞുമക്കളെ മാത്രം എടുത്തുകൊണ്ടുവന്ന അറബി കൂട്ടുകാരനോട് നബി തങ്ങൾ അതതിന്റെ അമ്മയുടെ അരികിലേക്ക് തന്നെ കൊണ്ടുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ, എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചു കളഞ്ഞ അഗ്നിക്കരയാക്കിയ കാട്ടറബികളോട് ആരാണ് ഈ എറുമ്പിൻ കൂട്ടത്തെ കത്തിച്ചത് എന്ന് ചോദിക്കുകയും എറുമ്പിൻ കൂട്ടങ്ങളോട് കരുണ കാട്ടിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ദ്രോഹിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരെയും വേദനിപ്പിക്കാൻ പഠിപ്പിക്കുന്നില്ല, ആരോട് വിദ്വേഷം വെച്ച് പുലർത്താൻ പഠിപ്പിക്കുന്നില്ല. എല്ലാവരോടും സമന്വയം, സമാധാനം, സന്തോഷം, സഹിഷ്ണുത, ഈ നിലപാടെടുക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാവുക. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളെല്ലാം മനുഷ്യരാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം തന്നെയാണ്. നമുക്ക് നമ്മുടെ മതം, അവർക്ക് അവരുടെ മതം. ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അന്തസത്തയും മൂല്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കട്ടെ. All person equally entitled to freedom of conscience and the right to freely profess, practice and propagate religion. ഓരോ മനുഷ്യനും ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം എല്ലാവരും. ഭാരതീയരാണ് നമ്മൾ, ഭാരതത്തിന്റെ മക്കളാണ് നമ്മൾ, ഭാരതത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, ഭാരതത്തിന്റെ നിയമത്തെ അംഗീകരിക്കുന്നവരാണ്. ഭാരതത്തിന്റെ നിയമപുസ്തകം നമ്മുടെ ചങ്കല ചോരയാണെങ്കിൽ അതിൽ എഴുതി വെക്കപ്പെട്ട തത്വങ്ങളാണിത്. ഓരോ മനുഷ്യനും, ഓരോ ഇന്ത്യക്കാരനും, ഓരോ പൗരനും അവന്റെ നിയമം അനുസരിച്ച് അവന്റെ ദൈവത്തെ, അവൻ ഇഷ്ടപ്പെടുന്ന ദൈവത്തെ, അവന്റെ ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ജീവിക്കുക, അത് പ്രചരിപ്പിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതുമായി ബന്ധപ്പെടുക. മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് മഹത്തായ ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വഴികളെ നമ്മൾ സ്വീകരിക്കുക. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അതാണ് നമുക്ക് വേണ്ടത്. ഭാരത രാജ്യത്തെ സ്നേഹിച്ചത് മുസ്ലിമീങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭാരതത്തോട് അവർക്ക് ഒരു നിലയ്ക്കും ഒരു വിദ്വേഷമോ പ്രയാസങ്ങളോ ഇല്ല. ബഹുമാനപ്പെട്ട അല്ലാമ ഇഖ്ബാൽ റഹിമഹുല്ലാഹ് ഇന്ത്യ രാജ്യത്തിന്റെ മഹത്തായ നാടിനെ കുറിച്ച് പോലും പറഞ്ഞില്ലേ, മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ റഖനാ ഹിന്ദി ഹൈ ഹം വതൻ ഹൈ ഹിന്ദുസ്താ ഹമാരാ. चिश्ती ने जिस ज़मीन में पैगाम हक़ सुनाया, नानक ने जिस चमन में वहदत का गीत गाया. मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है, मेरा वतन वही है. मधुरा जननगर है
ബഹുമാനപ്പെട്ട ഗുരുനാന കൈക്കത്തിന്റെ പാട്ട് പാടിയെങ്കിൽ മേരാവതം വഹീഹേ, ആ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ്. മേരാവതം വഹീഹേ, ആ മണ്ണ് തന്നെയാണ് എന്റെ മണ്ണ്. ആരാ പാടിയത്? ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും കൽപ്പിക്കുന്നില്ല. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ഭൈർ രഖനാ, ഹിന്ദി ഹേ ഹം വതൻ ഹേ ഹിന്ദുസ്ഥാൻ ഹമാരാ. ഒരു സമുദായവും തമ്മിലടിക്കാനോ, ഒരു സമുദായവും പകയോടുകൂടി പ്രവർത്തിക്കാനോ, ഒരു സമുദായവും വിദ്വേഷം വെച്ച് പുലർത്താനോ പഠിപ്പിക്കുന്നില്ല. ഹിന്ദി ഹേ ഹം, നമ്മൾ ഇന്ത്യക്കാരാണ്. ഹിന്ദുസ്ഥാൻ ഹമാരാ, ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. മധുരാജന നഗർ ഹേ, ആശിഖീ ദിൽബരി ഹേ, ആർജോ സീഖാ. കൃഷ്ണൻ ജനിച്ച മധുര പട്ടണം. ഹിന്ദു സഹോദര, അതിൽ സ്നേഹത്തിന്റെ പട്ടണം എന്ന് പാടിയത് ഒരു മുസ്ലിം അല്ലയോ? ഒരു മുസ്ലിമാണ്. എത്രത്തോളം സ്നേഹം! ഈ പരിശുദ്ധമായ കാസർഗോഡിന്റെ മണ്ണിൽ കാല് ചവിട്ടാൻ അറബികൾക്ക് സൗകര്യം കൊടുത്തത് ബഹുമാനപ്പെട്ട ഹിന്ദു സഹോദരങ്ങളല്ലയോ? അതിനുള്ള വഴികൾ കൊടുത്തതും അവരുടെ കുടുംബത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതും. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, അവിടെ കൊലവിളിയില്ല, അവിടെ വർഗീയതയില്ല. ഇന്നും കേരളത്തിന്റെ എത്രയോ നാടുകളിൽ, എത്രയോ സ്ഥലങ്ങളിൽ ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദരങ്ങൾ ഒന്നായിരുന്നു കൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. ഈ വിനീതൻ കഴിഞ്ഞ ആഴ്ചയിൽ പാലക്കാട് പ്രസംഗിക്കാൻ പോയപ്പോ, പാലക്കാട് മണ്ണാർക്കാട്ടിൽ പ്രഭാഷണത്തിന് പോയപ്പോ 20 സ്വാമിമാരാണ് ആ പരിപാടി നിയന്ത്രിക്കാൻ വാളണ്ടിയർ ആയിട്ടുള്ളത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. എന്നോട് അതിന്റെ സംഘാടകർ, മുസ്ലിം സംഘാടകർ പറഞ്ഞു, ഉസ്താദെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 20 സ്വാമിമാർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി 2-2.5 ഏക്കർ ജാഗ, സ്ഥലം എല്ലാം കാടുകൾ തെളിച്ചു കൊടുത്ത് വൃത്തിയാക്കിയത് സ്വാമിമാർ. ആ സ്ഥലം കൊടുത്തത് ഹിന്ദു സഹോദരങ്ങൾ. 5 ദിവസത്തെ പ്രഭാഷണങ്ങൾ, ആയിരങ്ങൾ പങ്കെടുത്ത പരിപാടികളിൽ പരിപൂർണമായി ഹിന്ദു സഹോദരങ്ങൾ ഒരുമിച്ചിരുന്ന പ്രഭാഷണങ്ങൾ കേട്ടു. ആ ഒരു ഐക്യം, ആ ഒരു സാഹോദര്യം നമുക്ക് ഉണ്ടാക്കണം. ആരെങ്കിലും പണത്തിന്റെ കൊഴുപ്പ് തിമറ് കാണിച്ചുകൊണ്ട് സാധുക്കളെ വെട്ടാനോ കൊല്ലാനോ നമ്മളോട് കൽപ്പിച്ചാൽ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കരുത്. കാരണം ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മരിച്ചുപോയാൽ അവൻ ചെയ്ത ധർമ്മം കൊണ്ടേ അവന് പ്രയോജനപ്പെടൂ എന്നാണ് വിശ്വാസ പ്രമാണം. പരിശുദ്ധ ഇസ്ലാം മരിച്ചുപോയാൽ നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് പോലെ ഹിന്ദുക്കളും വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹിന്ദു സഹോദരങ്ങൾക്ക് ഇനിയൊരു പുനർജന്മം ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവരുടെ വേദഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു കൊടുക്കും. അവർക്കൊരു പുനർജന്മമുണ്ട്. അവരെന്തിനോട് വൈകിട്ട് പ്രാർത്ഥിക്കുന്നത്? അവരുടെ പ്രാർത്ഥന എന്താണ്? നരനായി ജനിച്ചു ഭൂമിയിൽ, നരകവാരിധി നടുവിൽ ഞാൻ, നരകത്തിൽ നിന്നും കരകയറ്റിയിടണം, തിരുവൈക്കം വാഴും ശിവശംഭോ. ഞങ്ങൾ അഹിതങ്ങൾ വല്ലതും ചെയ്യുകിൽ, അഖില പ്രകാണ്ഡ പ്രകാശമേ ഞങ്ങൾ കരുളേണം മാമീശ്വര. ഹിന്ദു സഹോദരങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. സമാധാനത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, കൃപയ്ക്ക് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതിനർത്ഥം എന്താ? മൃതം ശരീരമുത്സൃജ്യ കാഷ്ടലോഷ്ട സമംശിതോ വിമുഖ ബാന്ധവായാന്തി ധർമ്മസ്തമനുഗച്ഛതി. ഒരു മനുഷ്യൻ മരിച്ചുപോയാൽ, ഒരു ഹൈന്ദവ സഹോദരൻ അവൻ മരിച്ചുപോയാൽ അവന്റെ ധർമ്മമല്ലാതെ അവനോടൊപ്പം അനുഗമിക്കുകയില്ല. ഹൈന്ദവ പുരാണമാണ് പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികളോ, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശിവാസിയാണല്ലോ, അക്കരെയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരു ഭവനമുണ്ട്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടകിലുണ്ട്. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിശ്വാസം എന്താ? എന്റെ ജീവിതം ഇവിടെയല്ല, ഞാൻ പരലോകത്തേക്കുള്ളവനാണ്. എന്റെ ദേശം ഇവിടെയല്ല, എന്റെ ദേശം അവിടെയാണ്, അക്കരയാണ്. അക്കരെ എവിടെയാണ്? നാളെ ഒരു പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ. മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം. യഹോവയല്ലാതൊരു ദൈവമില്ല. യഹോവയെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് യഹോവ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്?
അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയില്ല, ആ അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. തിമോത്തയോസ് എഴുതിയ ലേഖനത്തിൽ കാണാം, നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയാത്തവനാണ് ദൈവം, പക്ഷെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആഴങ്ങൾ തേടുന്നു ദൈവം, ആത്മാവെ നേടുന്നു ദൈവം, ആഴത്തിൽ അനന്തമാ ദൂരത്തിൽ നിന്നെ അന്തരംഗം കാണും ദൈവം, അന്തരംഗം കാണും ദൈവം. നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ളത് കാണുന്നവനാണ് ദൈവം. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ